ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് കർത്താവ് തന്നതായിരുന്ന ഒരു വചനമാണ് ഞാനിന്നിവിടെ വായിക്കുന്നത്. യെശയ്യാവ് 30-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ്. പിന്നെ ഈ പ്രെയർ ലൈൻ എന്നുള്ള അതിലേക്ക് കർത്താവ് എന്ത് മെസ്സേജ് എന്നുള്ളതിന് കർത്താവ് എനിക്ക് തന്ന ഒരു വചനമാണ് ഈ വചനം. കേൾക്കുന്ന ദൈവമക്കളെ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കും. നമ്മൾ പല വിഷയങ്ങൾ കാത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറയാനാണ് ഇന്ന് കർത്താവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. കാത്തിരിക്കുന്നവരെ ആരെയും എന്റെ കർത്താവ് ലജ്ജിപ്പിച്ചിട്ടുള്ള ചരിത്രമില്ല. കർത്താവ് ഇനി ലജ്ജിപ്പിക്കത്തുമില്ല. ആ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്റെ ഉള്ളത്തിൽ തന്ന ചില ആലോചനകൾ ചിലരുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രം ഇന്ന് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് വചനധ്യാനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വചനം കേൾപ്പിക്കുവാൻ കർത്താവെ, ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ കർത്താവെ ഞങ്ങളുടെ കൂടെ ചലിക്കണമേ. കർത്താവെ, സകല മഹത്വം ദൈവം എടുക്കണമേ. നാവിനോടുകൂടെ ദൈവം ഇരിക്കണമേ. കർത്താവെ, ഞാൻ അനുഗ്രഹിച്ച സകലരെയും കർത്താവെ, ഹല്ലേലൂയ, അവിടെ അനുഗ്രഹിക്കണമേ. ലൈനിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ നാമം ചൊല്ലി കർത്താവെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, രാവും പകലും ദൈവസന്നിധിയിലെ ഹല്ലേലൂയ കർത്താവെ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുന്ന എല്ലാ കർത്താവെ സഹോദരി സഹോദരന്മാർക്കായിട്ടും ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും വചനങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്ന കർത്താവെ, എല്ലാം ലീഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബത്തെയും എന്റെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകണം. ഈ വചനത്താൽ കർത്താവെ അതിനെ മുറുകെപ്പെടുത്തി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കണം. കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണം. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ ജീവനായി അത് പരിണമിക്കണം. കർത്താവെ അത് സമൃദ്ധിയുടെ ജീവനായി അത് പരിണമിക്കണം. അങ്ങനെ കർത്താവെ സമൃദ്ധിയിൽ നടക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് യെശയ്യാവിന്റെ പ്രവചനം 30-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നമുക്കത് വായിക്കാം. അതിനകത്ത് ഞാൻ വാക്യം എടുത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് വായിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നു: യെരുശലേമിലായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. 20-ാം വാക്യം: കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണു നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്നു പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അശുദ്ധമാക്കും. അവയെ മലിനമായ ഒരു വസ്തു പോലെ എറിഞ്ഞു കളയുകയും പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും. നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിൽ വിളവായ അപ്പവും അവൻ നിനക്ക് തരും. അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും. അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചിൽപ്പുറങ്ങൾ മേയും. നീ ഉഴുന്ന കാളകളും കഴുതകളും മുറം കൊണ്ടും പല്ലുകൊണ്ടും വീശി വെടുപ്പാക്കിയതും ഉപ്പ് ചേർത്തതുമായ തിന്നും. ഈ ഒരു വചനം ഇത് വായിക്കുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വചനമാണ് ഈ വചനം. ഈ വചനം നമ്മൾ ഈ ദിവസങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുന്നവരെ പ്രത്യേകിച്ച് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളാൽ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കാരണം എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് മാറ്റം തന്നതായിരിക്കുന്ന ഒരു വചനം, ഒരു ഭാഗം ഇവിടെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന യെശയ്യാവ് 30-ന്റെ 18-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാർ. അവനായി കാത്തിരിക്കുന്നവർ ഒക്കെയും ഭാഗ്യവാന്മാരാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ന്യായത്തിന്റെ ദൈവമാണ്. കറക്റ്റ് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവിന്റെ നമ്മൾ നിലവിളിക്കുമ്പോൾ തന്നെ കർത്താവ് അത് കേൾക്കും. ഈ ദിവസങ്ങൾ നമുക്ക് തോന്നുന്നു കുറെ നാളുകളായിട്ട് നമ്മൾ പല വിഷയത്തിനായിട്ട് നിലവിളിച്ചു, ഇതുവരെ കർത്താവ് എന്റെ വിഷയം കേട്ടില്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവന് ഉത്തരം അരുളും. ഈ ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് പ്രത്യാശയുടെ വചനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് വഴിക്കേക്കൂടെ നടക്കണം എന്നുള്ളത് അറിയാവുന്ന കർത്താവ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതിൽ കൂടെ നടന്നു കൊള്ളുവാൻ പറയുന്ന ശബ്ദം നമ്മൾ അവിടെ കേൾക്കും. ഞാൻ 22-ാം വാക്യത്തിൽ ഒരു മിനിറ്റ് നിന്ന് ഞാൻ ആ മുമ്പോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്ന് പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അശുദ്ധമാക്കും, അവയെ മലിനമായൊരു വസ്തു പോലെ എറിഞ്ഞു കളയുകയും പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും. ഞാൻ ആദ്യമൊക്കെ ഇത് വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിന്റെ ഒരു അർത്ഥം ഒന്നും ഗ്രഹിക്കുവാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഞാനൊരു വിഷയത്തിനകത്ത് ഒരു വ്യക്തിയുടെ ഒരു കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി ഞാൻ ശക്തമായി പോരാടി പ്രാർത്ഥിക്കുകയായിരുന്ന ഒരു വിഷയമായിരുന്നു. കഴിഞ്ഞ 1.5 വർഷക്കാലം ആ വിഷയവുമായിട്ട് പ്രാർത്ഥിച്ചു കൂടിയിരുന്നു. ആ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അത് പൊന്ന് പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹം പോലെ അല്ലെങ്കിൽ വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ഒരു ബിംബം പോലെ അതിനെ പിടിച്ചിരിക്കുന്ന ഒരു അനുഭവം. കാരണം അത് മലിനമാണെന്ന് അറിയാൻ പാടില്ലാത്തതുപോലെ, കാരണം മലിനത അതിനകത്തുണ്ട്. പക്ഷെ പല പ്രാവശ്യം വാൺ ചെയ്തെങ്കിലും മലിനമാണെന്ന് ഗ്രഹിക്കുവാൻ പറ്റാത്തതുപോലെ പിശാചിന്റെ ആ അടിമത്വത്തിൽ അതുപോലെ പിശാച് കൈവശമാക്കി വെച്ചിരുന്ന ഒരു വ്യക്തിയെ എന്റെ കർത്താവ് വിടുവിച്ചു. കാരണം എന്തുവാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബവും പൊന്ന് പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ച് നടക്കുന്ന നമ്മുടെ തലമുറകളുണ്ട്. അതിന്റെ ആത്മീക അർത്ഥം എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കെല്ലാം മനസ്സിലായി കാണും. കാരണം അങ്ങനെ അതിനെ അവരുടെ ജീവിതത്തെ ഇങ്ങനെ മലിനമാക്കി, അതൊരു പക്ഷെ അവരുടെ ജീവിതത്തിലെ നീതിയായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അത് ഏത് തരത്തിലായിക്കൊള്ളട്ടെ, എങ്ങനെയായിരുന്നാലും മലിനതയുടെ ഒരു സ്പിരിറ്റ്, അത് പൈശാചിക സ്പിരിറ്റ്, അങ്ങനെയുള്ളതായിരിക്കുന്ന ചില ബിംബങ്ങൾ, ചില വ്യക്തികളോടുള്ളതായിരിക്കുന്ന ചില ആരാധനകൾ പോലെ ദൈവത്തെക്കാൾ അധിക സ്ഥാനം കൊടുത്ത് ബിംബങ്ങളെ വെച്ച് വിഗ്രഹങ്ങളെ വെച്ചിരിക്കുന്നതായിരിക്കുന്ന ആ ഒരു അവസ്ഥ. കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം, അവയെ മലിനമായ ഒരു വസ്തു പോലെ എറിഞ്ഞു കളയും, പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും. ഇതുപോലെ ഒരു പ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണമെങ്കിൽ ദൈവം നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. കാരണം ഈ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ ആ വ്യക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, മലിനമായിരിക്കുന്ന ഒരു വസ്തു പോലെ അല്ലെങ്കിൽ ആ മലിനത അവന്റെ കണ്ണിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരണം. അത് മലിനതയാണ് എന്നുള്ളത് അവന് മനസ്സിലായി വരണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചു. കാരണം മലിനമായിരിക്കുന്ന ഒരു വസ്തു നമ്മുടെ കൈകളിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് അഴുക്കാണ്, അത് അത്രയും വൃത്തികെട്ട ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് കുടഞ്ഞു കളയാനോ അല്ലെങ്കിൽ എറിഞ്ഞു കളയാനോ പറ്റത്തുള്ളൂ. പൗലോസിന്റെ കയ്യിൽ അനല് കടിച്ചു, അത് പെട്ടെന്ന് തീയിലേക്ക് അതിനെ കുടഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അതിനെ അത് മലിനമെന്നറിഞ്ഞ് അതിനെ എറിഞ്ഞു കളയണം. എന്ത് പറയണം? അതിനോട് പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേണ്ട, അതിനെ എറിഞ്ഞു കളഞ്ഞ് ഇനി വേണ്ട. ഇതേ തന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആ വ്യക്തിയുടെ വായിലൂടെ ഇതുപോലെ തന്നെ അതിനെ ഞാൻ മലിനമെന്ന് കണ്ടു, ഞാൻ അതിനെ എറിഞ്ഞു കളഞ്ഞു, ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാണ് പ്രിയമുള്ളവരെ, വചനം വെച്ച് നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ വചനം ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വിടുതലായി തീരുമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ആത്മാവിൽ ഇതൂടി ഞാൻ കൈമാറുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്ഭുതകരമായിട്ടിരിക്കുന്ന ഒരു വിടുതൽ ദൈവം ആ വിഷയത്തിനകത്ത് ചെയ്തു. ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനുമായിട്ട് വീണ്ടും മനം തിരിഞ്ഞ് കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാ, പക്ഷെ ആ ജീവിതത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോ വീണ്ടും മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്തു. ഇത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ മിടുക്കമല്ല, പക്ഷെ വചനം ക്രിയ ചെയ്യുന്നതിന്റെ ആ ഒരു മഹാത്മ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അതുപോലെ അതിന് മലിനമെന്ന് എറിഞ്ഞു പറയുന്ന, അതുപോലെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് കർത്താവെ, ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് കർത്താവെ അനേക കുടുംബങ്ങളിലെ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവെ, റീഥാമര ശംധരകലഹസ്യാര ഹാലലിയ. കർത്താവെ, വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങൾ, പൊന്നി പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങൾ, റീഖ ബഖാരകലഹ ശംധരകസ്യാല ബഷാറ ഗർഭിക്കോസ്യാന, അത് മലിനമായ വസ്തു പോലെ എറിഞ്ഞു കളയാം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ തലമുറകൾ പിടിച്ചു വെച്ചിരിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിഖമാസ്യം തറകസ്യ യേശുവിന്റെ നാമത്തിൽ അത് എറിഞ്ഞു കളയട്ടെ. അതിനൊരു പൊയ്ക്കോ എന്ന് പറയുവാൻ ഈ വചനത്തിന്റെ ശക്തി പുറത്തെ കർത്താവ്, ഈ വചനം ചെല്ലുന്നിടത്തൊക്കെയും അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഈ വചനമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളുടെ മേൽ വിടുതൽ നടക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ്. ആമേൻ. അതുപോലെ തന്നെ അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും.
നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴ കിട്ടിയാൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഈ മഴ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെ? മഴ എവിടെ നിന്ന് ഉണ്ടായി വരുന്നത്? മഴ ദൈവം നമുക്ക് വചനം പഠിക്കുന്ന സങ്കീർത്തനത്തിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ മഴ വരുന്നത് ദൈവത്തിന്റെ അടുക്കലാണ്, മഴ വരുന്നത് ദൈവമാണ്. അപ്പൊ വിതയ്ക്കുന്ന വിത്തിന്, അതായത് ആ വിത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ആ മഴ എന്ന് പറഞ്ഞത് നമുക്കറിയാം, വിത്ത് എന്ന് പറയുന്നത് വചനമാണ്, മഴ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെതായിരിക്കുന്ന ഒരു പ്രസൻസ്. ആ ആത്മാവിന്റെ കുതിർക്കുന്ന അനുഭവത്തില് കിടക്കുമ്പോൾ ആ വിത്ത് പെട്ടെന്ന് മുളച്ച് വരുവാനായിട്ട് ഇടയായിത്തീരും. ഇതുപോലെ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴ ദൈവം തരാൻ പോവുക. ഈ വർഷം ദൈവം നമ്മളെ ഈ ഒരു വചനം തന്നാണ് ദൈവം നമ്മളെ അടുത്ത വർഷത്തിലേക്ക് ദൈവം നമ്മളെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പൊ വിതയ്ക്കുന്ന വിത്തിന് ദൈവം മഴ തരും. ആ വിളവായ അപ്പം ദൈവം നമുക്ക് തരും. അപ്പം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം, വചനത്തെ കുറിച്ചാണ് പറയുന്നത്. അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും, അല്ലെ? ആ പുഷ്ടിയുടെ ഒരു അനുഭവം അല്ലെങ്കിൽ ആ വചനത്തിന്റെ ഒരു സമൃദ്ധി എല്ലാം ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. അവിടെ വളരെ നല്ലൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിലം ഉഴുന്ന കാളുകളും കഴുതകളും മുറം കൊണ്ടും തല്ലി വീശി വെടുപ്പാക്കിയതും ഉപ്പ് ചേർത്തതുമായ തീൻ തിന്നും. സാധാരണ വീശി വെടുപ്പാക്കിയൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട്, മുറത്തിനകത്തൊക്കെ ഇട്ട് അങ്ങനെ ഇതെല്ലാം പാറ്റിക്കളഞ്ഞ് എല്ലാം എടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കൽ പോലും ഒരു കാളയ്ക്കും കഴുതയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെയൊന്നും കല്ലുകൊണ്ടൊന്നും വീശി ഉപ്പ് ചേർത്തൊക്കെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അറിയത്തില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും. പക്ഷെ അതുപോലെ ഒരു അനുഭവത്തിൽ, സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പോകും എന്ന് പറഞ്ഞാൽ, നമ്മളുടെ സകലതും, നമ്മുടെ കാളകളും കഴുതകളും ഒക്കെ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യം പിന്നെ പറയണോ? നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. സകല വിഷയത്തിനകത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വലിയ പ്രവർത്തികൾ ദിവസങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന സകലരുടെ മേലും ഈ വചനത്തിന്റെ, അതായത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കുന്നു. രണ്ട് വാക്കുകൾ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. കാരണം പുഷ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുഷ്ടി ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല. സമൃദ്ധി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം, അതെ, ആ ഒരു എല്ലാം ഉള്ള സമൃദ്ധി ദൈവത്തിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നതാണ്. ദൈവം എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു, അല്ലെ? സങ്കീർത്തനത്തിലൊക്കെ നമുക്ക് ആ വചനമുണ്ട്, സമൃദ്ധിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അത് നമ്മുടെ ഒരു ഭൗതിക ജീവിതത്തിന്റെ സമൃദ്ധി മാത്രമല്ല, നമ്മുടെ ആത്മീയ മേഖലകളിൽ, അല്ലെ? കർത്താവിന്റെ വചനം സമൃദ്ധിയുടെ വചനമാണ്. കൊല്ലുവാനും അറക്കുവാനും മുടിക്കുവാനും പിശാച് വന്നു, എന്നാൽ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും ആ കർത്താവ് വന്നു. അപ്പൊ നമ്മുടെ കർത്താവിന്റെ സമൃദ്ധി ആ ആത്മീയ മേഖലകളിലും സകല വിഷയങ്ങളുടെ മേലും, നമ്മുടെ സ്വഭാവത്തിന്റെ മേഖലകളിലായാലും ദിവസങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ സകല മേഖലയിലും കർത്താവ് ഒരു സമൃദ്ധിയെ ദൈവം ഈ ദിവസങ്ങൾ തരട്ടെ. അതുകൊണ്ട് ഈ യെശയ്യാവ് 30-ാമത്തെ അധ്യായം അതിന്റെ 18 ആ ഭാഗങ്ങൾ, 19 മുതലുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ, അത് കർത്താവിന്റെ ആ വചനം ഇന്ന് ദൈവമക്കളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്ത്, ഞാനത് അനുഗ്രഹത്തിനായിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത് കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയോടുള്ള ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ള വാക്തത്വങ്ങൾ നമ്മുടെ അവകാശമാണ്, അല്ലെ? ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ, അല്ലെ? ഞാനൊരു വിഷയത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഒന്നല്ല, ചിലപ്പോൾ ഞാനും കൂടുതൽ വിഷയങ്ങൾ. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു സൗഖ്യത്തിനായിട്ടായിരിക്കാം ഇനി വെയിറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു മാരേജിന് വേണ്ടിയിട്ട്, അതും അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഏതെങ്കിലും തരത്തിൽ ബ്രോക്കൺ ആയിപ്പോയി, അത് റീസ്റ്റോർ ചെയ്യണം, അത് തിരിച്ചൊന്നും കൂടെ റീസ്റ്റോർ ചെയ്യണം. ആ ഒരു വിഷയത്തിനകത്ത്, അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സിന്റെ വാക്കിലെത്തി നിൽക്കുന്ന ചില കേസസ്, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിലുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ തലമുറ തന്നെ നമ്മുടെ ഭയങ്കര വലിയ വിഷയമാണ്, അല്ലെ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരിക്കും. ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് പറയുന്നവരായിരിക്കാം. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. ഒരു ഫിനാൻഷ്യലായിട്ട് ഒത്തിരി പ്രോബ്ലം ഉള്ളവരായിരിക്കാം. ഒരു ബ്രേക്ക് ത്രൂ നമ്മൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രൊമോഷനോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫ്രീഡം ഇല്ലാത്തവരോ, എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഈ വിഷയങ്ങൾ അന്തുവില്ലാത്തവരാരും ഇന്ന് എന്നെ കേൾക്കുന്നില്ല, അല്ലെ? ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു നീതി കിട്ടേണ്ട വിഷയമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കേസുണ്ട്, ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഒരു കേസ് നടക്കുന്നുണ്ട് നാട്ടിലെ. അതിപ്പോ ഒരു 30-35 വർഷമായിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ അതിനകത്തുള്ള ഒരു മറുപടി കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ലോങ് പീരീഡ് ഓഫ് വെയിറ്റിംഗ്, എല്ലാവരുടെ ജീവിതത്തിലും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതിന്റെ എല്ലാം നമ്മൾ കുറെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ മഹത്വത്തോടു കൂടി ആ ദൈവത്തിന്റെ ആ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. 12 വർഷം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് എന്റെ അച്ചായന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ കണ്ടത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ 5 വർഷക്കാലം ഞാൻ മക്കളില്ലാതെ ഇരുന്ന സമയത്ത് 5 വർഷം കഴിഞ്ഞാണ് എനിക്ക് എന്റെ മോനെ കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ 1 വർഷം എന്റെ ജീവിതത്തിൽ ജോലി കിട്ടിയതിനു ശേഷം 1 വർഷം ജോലി ഇല്ലാതെ ഞാൻ ഇരിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നു. ഈ സാഹചര്യങ്ങളിൽ കൂടെ എല്ലാം കടന്നുപോയിട്ട് ഈ 12 വർഷം, ഈ 5 വർഷം, ഈ 1 വർഷം, ഇതൊക്കെ ഞാൻ ഓർത്തത് പറയുക. പിന്നെ ചില കാര്യങ്ങൾക്ക് ചില സ്പിരിച്വൽ ഗിഫ്റ്റ്സിന് വേണ്ടിയൊക്കെ ഇരുന്നത് അത് വേറെ.
ഇതുപോലെ പല വിഷയങ്ങൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. അത് ഇയേഴ്സ് നമ്മൾ കാത്തിരിക്കും. പക്ഷേ ഈ 12 വർഷം, ഈ 5 വർഷം, 1 വർഷം ഇതെല്ലാം നമ്മൾ കാത്തിരിക്കുമ്പോഴും ആ കാത്തിരുന്ന പീരീഡിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. ആ കാത്തിരിപ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുത്തു. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഒരു സ്പിരിച്വൽ മസിൽസിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്നത്, ഈ കാത്തിരിപ്പിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോർട്ടിൽ ഇറങ്ങി കളിക്കുന്നതിനും ഒരാൾക്ക് മസിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഒരു വെളിയിൽ വന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ട് പെർഫോമൻസിലേക്ക് വരുമ്പോൾ കളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അല്ലാതെ ചെറിയ ചെറിയ കളികൾ എല്ലാവർക്കും ഒക്കെ കളിക്കാൻ പറ്റും. പക്ഷെ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കണമെങ്കിൽ നല്ലതായിട്ട് ചുമ്മാ ഇരുന്ന് ചടഞ്ഞു കൂടിയിരുന്ന ഒരാൾക്കൊന്നും പറ്റത്തില്ല. പക്ഷെ ഈ ജിമ്മിലും പോയി മസിലെല്ലാം ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ വെയിറ്റ് എല്ലാം പൊക്കവും താത്തി അതിനായിരിക്കുന്ന ആ ഒരു മസിൽ റെസിസ്റ്റൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത മസിൽ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് കളിക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ കാത്തിരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട ഈ ദിവസങ്ങളിൽ നമ്മളെയും ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ സ്വഭാവങ്ങളെല്ലാം കർത്താവ് പണിതുകൊണ്ടിരിക്കുക. കാത്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയാണ്. അതൊരു ദീർഘക്ഷമ ദൈവം നമ്മളെ പഠിപ്പിക്കുക. ഓരോ കാര്യങ്ങളിൽ എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്നും ആ വക സകല കാര്യങ്ങളും കർത്താവ് നമ്മളെ പഠിപ്പിച്ചാണ് നമ്മളെ ഈ ഒരു പീരീഡിൽ ദൈവം നമ്മൾ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വയലന്റ് ആവേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൺട്രോളിലായതുകൊണ്ട് നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ വളരെ കാമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ വന്ന് കുറേ വെപ്രാളങ്ങ് വരും. ഇത് കാര്യത്തോടൊന്നും നടക്കുന്നില്ലല്ലോ, കർത്താവേ വാഗ്ദത്തം മുന്നിൽ കിടക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. പക്ഷെ വെപ്രാളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ എന്ന അബ്രഹാമിനെ പിന്നെ ഉറച്ചു കഴിയുമ്പോഴത്തേനും അത്ഭുതങ്ങൾ തന്നെ നടക്കും. നമുക്ക് എപ്പോഴും ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു കൊതിയ അല്ലെ. ഇപ്പൊ നമ്മളൊരു യാത്ര ചെയ്യുവാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങള് പല സ്ഥലത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പിള്ളേർ ചോദിക്കും എത്ര സമയം കൂടെ ഉണ്ട് അവിടെ എത്താനായിട്ട്, എത്ര മിനിറ്റ് കൂടി എടുക്കും, എത്ര അവേഴ്സ് കൂടി എടുക്കും. ഇത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇനി എത്ര സമയമുണ്ട്, ഇനി എത്ര സമയമുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം മുഴുവൻ അത് എത്രയും പെട്ടെന്ന് ആ ഡെസ്റ്റിനേഷൻ എത്തണം, നമ്മളെ എത്തപ്പെടാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. നമ്മുടെ ജീവിതത്തിൽ ഇതിങ്ങനെ തന്നെ ചിലപ്പോൾ നമ്മൾക്കും അറിയാം ആ ഒരു ആ സ്ഥലം എത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനാണ് നമ്മുടെ ആഗ്രഹം, പ്രത്യേകിച്ച് പിള്ളേരുടെ. പക്ഷെ ഞാൻ എപ്പോഴും പറയും, നീ എന്തിനാ എപ്പോഴും ഈ എത്ര സമയത്ത് എപ്പോഴാന്ന് ചോദിക്കുന്നത്, ഈ പോകുന്ന വഴിയിലുള്ള ഈ ജേർണി നീ ഒന്ന് എൻജോയ് ചെയ്ത്, ഇതെന്ത് രസമാണ് ഈ ജേർണി. അപ്പൊ ഈ വാക്ക് കേട്ടപ്പോ എന്റെ ഉള്ളത്തിൽ തോന്നി, കാരണം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പോകുന്ന വഴിക്കുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും ചില സമയത്തൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെ ആ സ്ഥലത്തൊന്നും എത്തപ്പെട്ടാൽ മതി എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളത്തിൽ വന്നു കയറും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത് പല വിഷയങ്ങൾക്കകത്തായാലും എങ്ങനെ സംഹൗ അത് ആ കർത്താവ് പറഞ്ഞ കാര്യം കിട്ടിയേ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്കറിയാം ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കേട്ടല്ലോ വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളും ആ ഭാഗവും എല്ലാം നമ്മൾ കേട്ടു. സെക്കരിയാവിന്റെ ജീവിതം എല്ലാം നമ്മൾ ഇന്ന് രാവിലെ പാസ്റ്റർ തോമസ് മുലേഖൻ പറഞ്ഞായിരിക്കുന്ന വചനങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മളിന്ന് കേൾക്കുകയുണ്ടായി. അതിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യം എല്ലാത്തിനും നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലെ. ദൈവം പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഒരു സമയമുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം വിചാരിച്ചോണം, നമ്മള് ആ ജിമ്മിനകത്ത് ഇരുന്ന് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ആ മസിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്പിരിച്വൽ ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഈ കാത്തിരുന്ന് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു ജിമ്മിൽ ഇരുന്ന് അതിലുള്ള ആയിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ അതിൽ കൂടെ നമ്മൾ കയറി ഇറങ്ങി നമുക്കാണ് ചേഞ്ച് വരുന്നത്. അതല്ലാതെ അവിടെ ഇരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന് ഒരു ചേഞ്ചും വരത്തില്ല. നമ്മളില് മസിൽസ് ബിൽഡപ്പ് ആവാൻ തുടങ്ങും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കയറി ഇറങ്ങുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തില് അല്ലെ ആ സിറ്റുവേഷൻസ് ഒരിക്കലും മാറുന്നില്ല. നമ്മളായിരിക്കുന്ന സിറ്റുവേഷനകത്ത് നമ്മളൊരു പീരീഡിൽ കൂടെ ദൈവമാണ് കടത്തിവിടുന്നതെങ്കിൽ, ദൈവത്തിന്റെ പ്രോസസ്സിൽ കൂടെ ദൈവം കടത്തിവിടുന്നതായിരിക്കുന്ന ചില സിറ്റുവേഷൻ ആണെങ്കിൽ, ചില ശോധനകളാണ് എങ്കിൽ, ഇപ്പൊ ഇയ്യോബിന്റെ ജീവിതം മുതൽ സകല ഭക്തന്മാരുടെയും ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ട്രയൽസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദൈവം കടത്തിവിടുന്നതായിരിക്കുന്നത് ആ ട്രയൽസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അതല്ലാതെ ഞാൻ അതിനെ ഹെസിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല.
അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോണം? നമ്മളുടെ ജീവിതത്തിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ കൂടി എല്ലാം കയറി ഇറങ്ങുമ്പോൾ ഗുണം ആർക്കാ? നമുക്കാ. കാരണം എന്നാ, നമ്മളൊരു ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട് പോവാ, നമ്മളെ എക്സ്പോസ്ഡ് ആക്കാൻ പോവാ ദൈവം. അടുത്ത ദൈവത്തിന്റെ പദ്ധതി നമ്മളെ എക്സ്പോസ്ഡ് ആക്കി. കേൾക്കുന്ന ദൈവമക്കളോട് ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കും ഈ നിമിഷം. ദൈവം നമ്മൾ ഈ ശോധന കഴിഞ്ഞിട്ട് ഇവിടെ ഇട്ട് നിർത്തി ദൈവത്തിന് എന്നും ഇങ്ങനെ ചെയ്യിക്കാനല്ല കർത്താവിന്. ദൈവം സ്നേഹനിധിയായിരിക്കുന്ന കർത്താവിന് എന്നും ഈ ഒരു പണിഷ്മെന്റ് തരാനോ അല്ലെങ്കിൽ നമ്മളെ ബാലശിക്ഷ കഴിക്കുവാനോ ഇതൊന്നല്ല ദൈവത്തിന് ഇഷ്ടം. നമ്മൾ അനുസരണത്തോടെ നടന്നു കഴിഞ്ഞ ഒരാവശ്യവും ഇല്ല, അല്ലേ? അനുസരണക്കേട് ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില ട്രയൽസ് നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ എല്ലാത്തിനും ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ അനുസരണം പഠിപ്പിക്കാനായിട്ട് ചിലവ് വരും. പക്ഷെ ചിലത് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ പരിശോധന അത് ഉണ്ട്. അത് എത്രത്തോളം നമ്മൾ ആഴമുള്ള വിശ്വാസമാണെന്ന് അളക്കേണ്ടതിന് ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകളൊക്കെ ദൈവം അനുവദിക്കും. ഇതെല്ലാം നമ്മൾ നിരവധി വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഒറ്റ കാര്യം നമ്മൾ ഓർത്തിരുന്നാൽ മതി, സ്ലോ കുക്കിങ്ങിന് എപ്പോഴും നല്ല ടേസ്റ്റ് അല്ലേ? അച്ഛൻ എപ്പോഴും ഏത് ഫുഡ് കഴിച്ചാലും ചോദിക്കും, ചിലരിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ചോദിക്കും സ്ലോ കുക്കിംഗ് ആണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് ചോദിക്കും. ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചില മീറ്റൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും അത് സ്ലോ കുക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല. കാര്യം നാട്ടം വെച്ചപ്പോൾ കർത്താവ് വന്നപ്പോൾ ആ റിയൽ ആയിട്ടുള്ള ഗ്ലോറി അവിടെ വെളിപ്പെടുവാനായിട്ടിടയായി. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ടൈമിങ്ങിന് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു നിന്നാൽ ബാക്കി അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം കർത്താവ് ആ വിഷയത്തിനകത്ത് ദൈവം ചെയ്തു തരും. നമുക്കറിയാം, ഒരു പ്രഗ്നന്റ് വുമൺ ആ കറക്റ്റ് സമയത്ത് ആ ചൈൽഡ് പുറത്ത് വരും എന്നുള്ളത് അത് തന്നെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്, അല്ലെ? ആ പാസ്റ്റർ എപ്പോഴും പറയാറുള്ള വചനമാണ്, അല്ലെ? ഇത് എന്താ പറയുന്ന നോവ് കിട്ടിയതുപോലെ, അല്ലെ? ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, ആ ഒരു പ്രഗ്നൻസി, നമ്മൾ ചില വിഷയങ്ങൾക്ക് ദിവസങ്ങൾ അത് ഡെലിവറൻസ് നടക്കും. കാരണം എന്നാ, ചൈൽഡ് പ്രസവദ്വാരത്തിങ്കൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമോ എന്ന കർത്താവ് ചോദിച്ചേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിലൂടെ എല്ലാം ഈ വെയിറ്റിംഗ് സീസണിൽ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ അതിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയും. നമ്മുടെ സ്വഭാവം നല്ല രീതിയിൽ രൂപവൽക്കരിക്കാൻ പറ്റും. നമ്മൾ ദൈവം പേഷ്യൻസ് പഠിപ്പിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കാനും അസൂയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെ ദൈവം നമ്മളെ പഠിപ്പിക്കും. പിന്നെ നമ്മൾ ഈ ഫസ്ട്രേഷൻ ഉണ്ടല്ലോ, ആ ഫസ്ട്രേഷൻ കയറി വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കപ്പെടും. ആ സമയത്തൊക്കെ എങ്ങനെ ഫസ്ട്രേഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ കാര്യമില്ല, ഞാനിങ്ങനെ ഫസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ല എന്ന ആത്മാവ് നമ്മളെ പഠിപ്പിക്കുക അതിലൂടെ എല്ലാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യേണ്ട, കർത്താവ് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് കറക്റ്റ് കാര്യങ്ങൾ ദൈവം അത് നടത്തിത്തരും, അല്ലെ? നമ്മൾ ഈ വെയിറ്റിംഗ് റൂമിൽ നമ്മളിപ്പോ ആ പീരീഡിൽ ആ ഒരു സീസണിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഫൈറ്റും ഇല്ല, വളരെ കാമായിട്ടിരുന്ന് നമ്മൾ അവിടെ ഇരുന്നാൽ മതി. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരുവാനായിട്ട് ദൈവം അത് ഇടയാക്കി തീരും. കാരണം കർത്താവിന് നമ്മളെ സർപ്രൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വിഷയം, കർത്താവ് ചില വിഷയങ്ങളെ കൊണ്ട് നമ്മളെ സർപ്രൈസ് ചെയ്യും. ഞാനതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എന്റെ മനസ്സിൽ. അപ്പൊ ചില വിഷയങ്ങൾക്കകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സീസൺ, ആ സൈലൻസ് ദൈവം ഇരിക്കുന്ന ഒരു സീസൺ കഴിഞ്ഞാല് പിന്നെ അടുത്ത ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവം ചില സർപ്രൈസുകളെ ദൈവം നമ്മുടെ മുമ്പിൽ തരുന്നത്. അത് എങ്ങനെ സംഭവിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം ആ ഒരു ബിഹൈൻഡ് സീൻ നമ്മൾ കാണാത്ത ഒന്ന് പുറകിൽ സംഭവിക്കുന്നുണ്ട്, അല്ലെ? അബ്രഹാം യാഗം കഴിക്കാനായിട്ട് മേലേക്ക് പോയി ഇസഹാക്കിനെ കൊണ്ട് പോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ മറ്റേ ആട് കയറി വരുന്നല്ലേ, അത് ചിലരെല്ലാം പ്രസംഗിക്കുന്ന കേട്ടാൽ കൊതി തോന്നും. വളരെ അത്ഭുതകരമായിട്ട് ദൈവം അവിടെ ആ ദൈവത്തിന്റെ പ്രവർത്തിച്ച്. ഇതുപോലെ തന്നെ പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ ഇവിടെ ഇരുന്ന് സഭ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച മറുപടി മുമ്പിൽ വന്ന് നിൽക്കുക. അവർക്ക് പോലും വിശ്വസിക്കുവാൻ പറ്റാത്ത നിലവാരത്തിൽ ഇതുപോലെ ദൈവപ്രവർത്തികൾ നടക്കും. ദൈവം പറയുന്നത് പോലെ മാത്രം നമ്മൾ ചെയ്താൽ മതി. എരിഹോ മതിൽ ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, പറയുമ്പോൾ ആർപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് മിണ്ടരുതെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ശീലസിസ്റ്റും പറഞ്ഞ ഈ ആശയം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിശ്വാസം നമ്മൾ പറയരുത്, നമ്മൾ മിണ്ടരുതെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടരുത്, അതിന്റെ ആവശ്യമില്ല, അല്ലെ? അവിശ്വാസം പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ചുറ്റി കിടക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ആദ്യം നോക്കും അവിടെ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ. ഒന്നാം ദിവസം ചുറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കും എന്തെങ്കിലും ക്രാക്ക് ദൈവമേ അവിടെ ഉണ്ടോ. എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ ആയിരുന്നു. അപ്പൊ അവയെ നന്മയ്ക്കായിട്ടൊരു അടയാളം. ഇത് തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു ഇതില് ഞാനതൊരു അടയാളം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം സെക്രട്ടറിയാവിന്റെ ജീവിതത്തിലേക്ക് ഞാൻ പിന്നെ ഒന്ന് അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ഞാനും ചോദിക്കാറുണ്ട് ആ ഒരു വിഷയത്തിനകത്ത്. പക്ഷേ ഈ എരിഹോ മതിൽ ചുറ്റി നടന്ന സമയത്ത് എന്തെങ്കിലും അവിടെ ഒരു ക്രാക്ക് കാണാനായിട്ട് അവർക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു കംപ്ലൈനിങ്ങും ഇല്ല. കാരണം എന്താ, ക്രാക്ക് കണ്ടായിരുന്നെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റിയെങ്കിൽ ഉറപ്പായിട്ട് അവർ അതിനകത്ത് ക്രാക്ക് ഇല്ല, ഇത്രയും നമ്മൾ ചുറ്റി നടന്നിട്ട് കണ്ടില്ലേ, ഇത് ചുമ്മാ പറഞ്ഞാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ അവർ തുടങ്ങിയേനെ. പക്ഷെ അവരോട് മിണ്ടരുത് ദൈവം നമ്പരാൻ പറഞ്ഞു. ഇന്നും നമ്മളോട് ദൈവം അതാ പറയുന്നത്, നമ്മൾ മിണ്ടണ്ട.
നമ്മൾ ഇരുന്ന് സ്തുതിച്ചാൽ മതി. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സ്തുതിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു ഇല്ലേ. നോഹയുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ നമ്മുടെ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ എത്ര അതിശയകരമായിട്ട് അവരത് വെയിറ്റ് ചെയ്തെന്ന് നമുക്കറിയാൻ പറ്റും. നോഹയുടെ ജീവിതത്തിൽ നോഹ പെട്ടകം പണിയാനായിട്ട് തുടങ്ങിയപ്പോൾ മുതൽ നമുക്കറിയാം നോഹ വെയിറ്റ് ചെയ്തായിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അപ്പൊ ആ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പെട്ടകത്തിനകത്ത് കയറി കഴിഞ്ഞ് നോഹയുടെ ജീവിതം തീർന്നോ? ഇല്ല. ആ പെട്ടകത്തിനകത്ത് നോഹ കയറി. അത് കഴിഞ്ഞിട്ട് നോഹയ്ക്ക് അറിയാം അടുത്ത ദൈവപ്രവൃത്തി തന്നെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഉണ്ട്. അപ്പൊ ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന നോഹയ്ക്ക് ഓഫ് കോഴ്സ് ഒരു ആൻസൈറ്റി കാണുക. എപ്പോഴാണ് ഈ പെട്ടകം ഇനി കരയിൽ വന്ന് അല്ലെങ്കിൽ ഇത് ഉറച്ചിട്ട് എപ്പോ വെളിയിൽ വരും, ഇനി അടുത്ത പ്രവൃത്തി എപ്പോ തുടങ്ങും? പെട്ടകത്തിനകത്താ നോഹ ഇരിക്കുന്നത്. ഈ സെയിം ബട്ട് എപ്പോഴും ഈ ഒരു തോട്ട് ഭരിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഈ അതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു ബാൺസ് ബൈബിൾ കമന്ററി, പല ബൈബിൾ കമന്ററിയിൽ പല രീതിയിൽ കൂടെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു ഭാഗം ഇതായിരുന്നു. ബാൺസ് ബൈബിൾ കമന്ററി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കമന്ററിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 40 ദിവസം ആ മഴ പെയ്ത സമയത്ത് നോഹയുടെ കാത്തിരിപ്പിനെ കുറിച്ച് പറയുന്നത്, പെട്ടകത്തിന്റെ ഉള്ളിൽ കയറിയതിന് ശേഷം. അപ്പൊ ഒരു 40 ദിവസം അവിടെ മഴ പെയ്തു. പിന്നെ ഒരു 150 ദിവസം അതിങ്ങനെ വെള്ളം പൊങ്ങിക്കിടന്നതായിരിക്കുന്ന ആ സമയം. പിന്നെ അവിടെ കുറച്ച് മാസങ്ങളും തീയതികളും അതും എല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ബൈബിളിൽ മാസങ്ങളും ഇതൊക്കെ പറയുന്നുള്ളൂ. ഇത് ഈ ബൈബിൾ കമന്റേറ്റേഴ്സ് അവര് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രമാണ് ഞാൻ പറയുന്നത്. 99 ദിവസം സബ്സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്ന ആ സമയം. ഇതുകൂടാതെ ഈ പക്ഷികളെ മലങ്കാക്കേനെ പുറത്തയച്ചതും 7 ദിവസം കഴിഞ്ഞ് പിന്നെ പ്രാവിനെ വിട്ടതും അതിനുശേഷം പിന്നെയും പ്രാവിനെ വിട്ടതും, ഇങ്ങനെ ഈ കണക്കുകളെല്ലാം കൂടെ കൂട്ടി പറഞ്ഞാൽ ഏകദേശം ഒരു 365 ദിവസം നോഹ, അതായത് ഓൾമോസ്റ്റ് 1 ഇയർ നോഹ ആ ആർക്കിന്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. ഈ ഒരു കമന്ററിയുടെ ബേസിൽ കാണാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു, ഈ ഒന്നും അറിയത്തില്ല, പകലേതോ രാത്രി ഏതോ ഒന്നും കൃത്യമായിട്ട് അറിയാമോ നമുക്കറിയത്തില്ല. അതുപോലെ അതിന്റെ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന ആ നോഹ അവിടെ വെയിറ്റ് ചെയ്തു അല്ലെ. എല്ലാവർക്കും നമ്മൾ കടന്നു പോകുന്നതായിരിക്കുന്ന എല്ലാ വിഷയത്തിനും അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാറയുടെ ജീവിതത്തിൽ അറിയാം 25 വർഷം ആ പ്രോമിസ് കേട്ടതിന് ശേഷം അവരും വെയിറ്റ് ചെയ്തു അല്ലെ. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുമോ 90ാമത്തെ വയസ്സിൽ ഒരു മകൻ ജനിക്കും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ വേറൊരു അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ എന്റെ ഫാദർ എന്റെ പപ്പ ഉണ്ടാവുന്നത് എന്റെ പപ്പയുടെ അമ്മയ്ക്ക്, അതായത് എന്റെ ഗ്രാൻഡ് ഫാദറിന് 60 വയസ്സുള്ള സമയത്ത്. അതായത് എന്റെ ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സും എന്റെ ഗ്രാൻഡ് മദറിന് 60 വയസ്സുള്ള സമയത്താണ് എന്റെ പപ്പ ഉണ്ടാവുന്നത്. അത് അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു റെയർ ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു അത്ഭുതമായിരുന്നു. അത് അന്ന് എല്ലാവർക്കും ഒരു അത്ഭുത ബാലൻ എന്ന് പറഞ്ഞതുപോലെ കാണാനും എടുക്കാനും ഒക്കെ ഭയങ്കര, അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. ഏതാണ്ട് ഇപ്പം 1938 എനിക്ക് തോന്നുന്നു എന്റെ പപ്പയുടെ ജനനം. എന്തോ 40 ആ ഒരു സമയം, 38 40 ആ ഒരു റേഞ്ച്. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു ജനനമൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കാൻ ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം 60 വയസ്സിൽ ജനിക്കുമോ? എല്ലാം ഒരു ചാൻസ് ഇല്ല. ഇതുപോലെ നിർജീവത്വം വ്യാപരിച്ചിരുന്ന അവസ്ഥയിലാണ് എന്റെ പപ്പ ജനിച്ചത്. പക്ഷെ പപ്പയുടെ ലൈഫ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളിലൂടെ, ഒത്തിരി ട്രയൽസിലൂടെ കടന്ന് ഒത്തിരി കാര്യങ്ങൾ കണ്ട് ഞാൻ ഒത്തിരി എന്റെ പപ്പനെ കണ്ടു പഠിച്ചിട്ടുണ്ട് ഒത്തിരി ലൈഫില്. അതൊന്നും ഇപ്പൊ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എങ്കിലും അങ്ങനത്തെ ഒരു ടീം സാറയ്ക്ക് 90ാമത്തെ വയസ്സിൽ മകൻ ജനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു എന്റെ പപ്പ ഇതുപോലെ തന്നെയാണ് ഞാൻ ജനിച്ചത്. പക്ഷെ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ദൈവിക പദ്ധതി അത്ഭുതകരമായിട്ട് ദൈവം അത് ചെയ്യും. അതായത് എന്റെ പപ്പയുടെ ചേട്ടന് 22 വയസ്സോ എങ്ങാണ്ട് ഉള്ള സമയത്താണ് എന്റെ പപ്പ ഉണ്ടാവുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആ ഒരു ഗ്യാപ്പ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ ദൈവത്തിന് സമയമാണ്. ദൈവത്തിന്റെ ചില വസ്തുക്കൾ, ചില വ്യക്തികളെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യും. കാരണം ദൈവത്തിന് ഏത് തരത്തിലും അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ കണ്ട നാൾ മുതൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ദൈവം, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം, അതല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അല്ലെ. സേവിക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി ഒന്നും പറയണ്ട. ഞാൻ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം അത് അത്ഭുതത്തിന്റെ ദൈവമാണ് അല്ലെ. അപ്പൊ അത്ഭുതത്തിന്റെ ദൈവമാണെങ്കിൽ കാത്തിരിക്കുന്നവർക്കെല്ലാം വേണ്ടി ദൈവം ചെയ്യും. ആ ഇരമ്യാവിന്റെ ജീവിതത്തിൽ ഇരമ്യാവ് പറയുന്ന വാക്കുകളുണ്ട്. 14:22 ഇങ്ങനെ പറയുന്നുണ്ട്, ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്യിക്കുന്നവർ ഉണ്ടോ? അല്ല ആകാശമോ വർഷം നൽകുന്നത്? ഞങ്ങളുടെ ദൈവമായ യഹോവേ, അത് നീ തന്നെ അല്ലയോ? നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഇരമ്യാവിന്റെ ജീവിതത്തിലേക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാല്ലേ, എപ്പോഴും ഈ കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. കാരണം എന്താ, വചനം പറഞ്ഞു കഴിയുമോ അല്ലെ പ്രവേശിച്ചു കഴിയുമ്പോൾ പിന്നെ നേരെ ചെല്ലുന്നത് ദൈവത്തിലേക്ക്
ഈ തല്ലുകളുടെ അനുഭവങ്ങളിലേക്ക്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവങ്ങളിലേക്കൊക്കെയാണ് ഇരമ്യാവ് പോകുന്നത്. പക്ഷെ അവിടെ ഇരമ്യാവ് പറയുന്ന ഒറ്റ കാര്യമുണ്ട്, നിനക്കായി ഞങ്ങൾ ിക്കുന്നു. വിലാപങ്ങളിലേക്ക് വരുമ്പോഴും അവിടെ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 33:25 ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അത്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് അല്ലെ. കർത്താവ് നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതെ കാത്തിരിക്കണം. ഇരമ്യാവ് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇരമ്യാവിന്റെ അനുഭവത്തിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ഈ തല്ലും കൊട്ടും എല്ലാം കിട്ടുമ്പോൾ, ജയിലിൽ കിടക്കുമ്പോഴും തനിക്ക് തല്ല് കിട്ടുമ്പോഴും എല്ലാം എന്താ ചെയ്തത്, മിണ്ടാതെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് നല്ലത്. അവിടെ ഇരമ്യാവ് പറയുന്നതായിരിക്കുന്ന കാര്യമുണ്ട്. ഓരോരുത്തരും ആ 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 33-39 ഓരോരുത്തൻ താന്റെ പാപങ്ങളെ കുറിച്ച് നെടുവീർപ്പിടട്ടെ, നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക അല്ലെ. അവിടെ ആദ്യം ഇങ്ങനെ പറയുന്നുണ്ട്, മിണ്ടാതെ യഹോവയ്ക്കായി കാത്തിരിക്കുക. ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപങ്ങളെ കുറിച്ച് വേണം നമ്മൾ നെടുവീർപ്പിടാൻ. നമ്മുടെ നടപ്പ് നമ്മൾ ആരാഞ്ഞ് ചെയ്യണം. നമ്മൾ ഈ കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ 49-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ 49-ാമത്തെ ഇതിൽ ഇരമ്യാവ് പറയുന്നുണ്ട്, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എന്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു, ഇളയ്ക്കുന്നതുമില്ല. ഇതുപോലെയാണ് ഒരു കാത്തിരിക്കുന്ന ഭക്തൻ. ആ കാത്തിരിപ്പിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. 56-ാമത്തെ വാക്യത്തിൽ, അതേ അധ്യായത്തിൽ 56-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവി കുത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. അതിനകത്ത് ആ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ അവിടെ പ്രാർത്ഥിച്ച എന്താ വെച്ചാൽ, എന്റെ കർത്താവെ, ഈ കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് നെടുവീർപ്പുകളല്ലേ, നമ്മുടെ നിലവിളിയാ, ഇതിന് ചെവി പൊത്തിക്കളയരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു? 7-ാം വാക്യത്തില് കർത്താവ് അടുത്ത് വന്നു അല്ലെ. അവിടെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് പ്രാർത്ഥിച്ചു. അത് ഓർത്ത് നെടുവീർപ്പിട്ട് കരഞ്ഞു. ആ നെടുവീർപ്പിലാണ് കർത്താവ്, ആ നിലവിളിയിലാണ് ദൈവം അടുത്ത് വന്നതും നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ട് പാപത്തെ കുറിച്ച് നമ്മൾ അത് നെടുവീർപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നെടുവീർപ്പിടേണ്ടത്. എന്തിനാന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാപത്തെ കുറിച്ച്, തലമുറയുടെ പാപത്തെ കുറിച്ചെല്ലാം ഓർത്ത്, രാജ്യത്തെ കുറിച്ചെല്ലാം ഓർത്ത് നമ്മൾ നെടുവീർപ്പിടണം. അങ്ങനെ ആ നിലവിളിക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. രൂത്തിന്റെ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ, രൂത്തിന്റെ 3-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നവോമി രൂത്തിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇന്ന് രാവിലെ എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനകത്ത് ഇങ്ങനെയാണ് 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. ഷീലസിസ് പല പ്രാവശ്യം ഈ ഒരു ആശയം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുളിക്കുക എന്താണെന്ന്, തൈലം പൂശി എന്താണെന്ന്, വസ്ത്രം ധരിക്കുക എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാം അറിയാം. അത് ഇത്രേ പറയുന്നുള്ളൂ. നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അത് നവോമി രൂത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യമാണ്. കാരണം കാലിന് അവിടെ ചെന്ന് പറയുന്നത് 4-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വീണ്ടെടുപ്പുകാരനായ ബോവസ് കിടന്നു കഴിയുമ്പോൾ നീ എന്ത് ചെയ്യണം? കാലിന്മേലുള്ള പുറത്ത് പൊക്കി അവിടെ കിടന്നുകൊള്ളണം. അപ്പോൾ എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. നമുക്ക് വ്യക്തമായി അറിയുന്നുണ്ട്, വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിന്റെ കാഴ്ചയുടെ അതല്ലേ. നമ്മളവിടെ ബോവസും രൂത്തും ഒക്കെ കണ്ടാൽ ഇത് ഞാനും എന്റെ വീണ്ടെടുപ്പുകാരനും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്കതിനെ കാണാൻ കഴിയണം. നമ്മൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ കുളിച്ച് നമ്മളൊന്ന് ശുദ്ധി ചെയ്ത് ഒന്ന് തൈലം പൂശി ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ ഒരു നിറവിനാൽ നമ്മൾ നിറഞ്ഞ് കർത്താവിന്റെ ആ ഒരു സന്നിധിയിലേക്ക് അല്ലെ, നമ്മുടെ കുറവുകളെല്ലാം നമ്മൾ നേരിട്ട് പറഞ്ഞൊന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ ആ കളത്തിൽ ചെന്ന് ആ കാൽക്കീഴ നമ്മളൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ, ആ വീണ്ടെടുപ്പുകാരന്റെ കാൽ ചുവട്ടിൽ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടെടുപ്പുകാരൻ നമുക്ക് പറഞ്ഞു തരും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ ഇതുപോലെ കുളിച്ച് വേണം ചെന്നിരിക്കുവാൻ. നമ്മൾ ആ തൈലം പൂശി നമ്മൾ ചെന്നിരിക്കുമെങ്കിൽ, ആ വസ്ത്രം ധരിച്ച് നമ്മൾ ആ ദൈവസന്നിധിയോട് അടുത്ത് ചെന്ന് ആ നീതിയുടെ അങ്കി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ അങ്കി അത് ആ ഒരു പ്രാഗൽഭ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. ഇന്ന് ആ അങ്കി കറ പിടിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ ചെയ്തുകൊണ്ട് ആ കർത്താവിന്റെ രക്തത്തിൽ ഒന്നും കൂടെ കഴുകിയിട്ട് ആ വീണ്ടെടുപ്പുകാരുടെ അടുക്കലേക്ക് നമ്മൾ അടുത്ത് ചെന്ന് ഇന്ന് ആ പുതപ്പ് പൊക്കി നമ്മൾ അതിന്റെ താഴെ കിടക്കുന്നെങ്കിൽ യുഹവര ഹൗരരകരകത്തി അംധേനകസ്യാരബല ഹൗരിക്കാമന ഹൗരരകരകത്തി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് കർത്താവ് നമ്മൾക്കത് പറഞ്ഞു തരും. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും, രൂത്തിന് അവിടുന്ന് പോരുന്ന സമയത്ത് ഒരു 6 ഇടങ്ങഴി യവം കൊടുത്തു വിടുന്നുണ്ട്. അപ്പോ നവോമി ചോദിക്കും, അതെങ്ങനെ എന്തായി മകളെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ചോദിച്ചു കഴിയുമ്പോൾ അവിടെ 6 ഇടങ്ങഴി യവം എനിക്ക് തന്നു, അമ്മായിമ്മയുടെ അടുത്ത് വെറുതെ പോകണ്ട എന്ന് പറഞ്ഞ് തന്നു എന്ന് അവൾ പറഞ്ഞു കഴിയുമ്പോൾ നവോമി പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. ആ ഭാഗമാണ് എനിക്ക് ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണിത്. അതിന് അവൾ പറഞ്ഞു, എന്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക.
കാരണം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം. കാരണം ഈ വീണ്ടെടുപ്പ് നടക്കണം അല്ലെ. അപ്പോ ഇനി എന്ത് ചെയ്യണമെന്ന് ആ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു തരണം. എന്തായാലും നീ അവിടെ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിച്ചെന്നു ആ വീണ്ടെടുപ്പുകാരന്റെ കാൽച്ചുവട്ടിൽ കിടന്ന വ്യക്തിയാണെങ്കിൽ, ആ ഒരു രൂട്ടാണ് ഇതെന്നെ കേൾക്കുന്നതെങ്കിൽ, ഇനി അതിനു വേണ്ടി ഒന്ന് അനങ്ങാതിരുന്നാൽ മതി. ഇന്ന് കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ എന്ത് ചെയ്യണം? നീ അനങ്ങാതെ ഇരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല. ഈ വീണ്ടെടുപ്പുകാരൻ സ്വസ്ഥമായിരിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനല്ല നമ്മുടെ കർത്താവ്. ഋതമന ഹൗരകരകരകരകത്തി ഹാലിയ. കാരണം കുളിച്ച് തൈലം പൂശി വന്ന് തന്റെ പാദപീഠത്തിൽ കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ തന്റെ പാദപീഠത്തിൽ കിടന്ന ഒരൊറ്റ വ്യക്തിയെ നിരാശപ്പെടുത്തുന്ന ഒരു വീണ്ടെടുപ്പുകാരനല്ല നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. ഹാലിയ. ആ കർത്താവ് ആ കാര്യം തീർക്കും വരെ ദൈവം, ആ കർത്താവിന് സ്വസ്ഥമായിരിക്കാൻ പറ്റത്തില്ല. കർത്താവിന് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ജീവിതത്തില്. മുന്നേ പറഞ്ഞല്ലോ, ഒരു പണിഷ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ട് അത് കണ്ട് സന്തോഷിക്കുന്ന ദൈവമൊന്നുമല്ല നമ്മുടെ ദൈവം. നമ്മൾ കരയുമ്പോൾ ആ പാട്ടുകാരൻ പാടിയതുപോലെ, ഞാനൊന്ന് കരഞ്ഞാൽ എന്റെ കണ്ണൊന്നും നിറഞ്ഞാൽ എന്റെ കർത്താവിന്റെ നിധി നിറയും അല്ലെ. ഞാനൊന്ന് വേദനിച്ചാൽ എന്റെ ദൈവം വേദനിക്കും. അതാണ് പരിശുദ്ധാത്മാവ്. എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ കൂടെ ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നീ അനങ്ങാതിരിക്കുക. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മൾ പലയിടത്തും ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ മിണ്ടാതിരിക്കുക, നീ അനങ്ങാതിരിക്കുക. ഇതെല്ലാം ദൈവം പറഞ്ഞേക്കുന്ന കാര്യമാണ്. ദൈവം പ്രവൃത്തി ചെയ്യും. നമ്മൾ ആ കാൽക്ക് നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ കാലിൽ വീട് കിടന്നിട്ടുണ്ടെങ്കിൽ, വീണ്ടെടുപ്പുകാരൻ ഈ കാര്യം തീർക്കും വരെ, ഇതാണ് ഞാൻ ഇന്ന് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായി ഇരിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി, പ്രിയമുള്ളവർ എന്നെ കേൾക്കുന്ന രൂപമാരായിട്ടുള്ള അനേകരെന്നെ കേൾക്കുമെന്ന് എനിക്കറിയാം. കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശയവും അത്ഭുതകരമായി അത്ഭുതങ്ങളെ ചെയ്ത ദിവസങ്ങളാകട്ടെ. കാരണം വീണ്ടെടുപ്പുകാരന് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റില്ല. കാരണം കാൽച്ചുവട്ടിൽ വന്നു കിടന്നാൽ ആ കാര്യം തീർക്കും വരെ എന്റെ ദൈവം സ്വസ്ഥമായി ഇരിക്കത്തില്ല. അതുകൊണ്ട് ആ കാൽച്ചുവട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഹാലിലെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ദാനിയേലിന്റെ 11-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദാനിയേലിന്റെ ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവ് പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസന്ധ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചു രക്ഷെടുത്തു അല്ലെ. അങ്ങനെ ആ ഒരു യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ തീരും എന്ന് ഗ്രഹിച്ച് കണ്ട് ആ ദൈവത്താലുള്ള നിയോഗം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഉള്ളത്തിൽ വന്നപ്പോൾ ഉപവസിച്ച് രക്ഷെടുത്ത് വെണ്ണീരിലിരുന്ന് പ്രാർത്ഥിച്ചത് നമുക്കറിയാനായിട്ട് പറ്റും. ആ ദൈവത്തിലേക്ക് മുഖം തിരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു. 9:19 ഇങ്ങനെ പ്രാർത്ഥിച്ച്, എന്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുത്. ഈ കാത്തിരിക്കുന്ന ഏത് ഭക്തന്റെയും പ്രാർത്ഥന, 1-2 എക്സാമ്പിൾ മാത്രം ഞാനിവിടെ പറയുന്നു, കുറച്ച് 1-2 ഒരു 3-4 എക്സാമ്പിൾ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുത്, നിന്റെ നാമം വിളിച്ചിരിക്കുന്നല്ലോ. കാരണം ദൈവത്തിന്റെ നാമം നമ്മൾ വിളിച്ചിരിക്കുക. നമ്മൾ ആ നാമം വിളിച്ചു കഴിഞ്ഞാൽ ആ നാമത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ അല്ലെ. ദൈവം അത് ദൈവാത്ഭുതകരമായിട്ട് ദിവസങ്ങളിൽ ആ കാത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ. ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുത്. നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. ദാനിയേൽ പ്രാർത്ഥിച്ചു. കാരണം ആ ദാനിയേൽ അങ്ങനെ പ്രാർത്ഥിച്ചത് ദൈവത്തിന് ഇഷ്ടമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. കാരണം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം ഇറങ്ങി വന്നെന്ന് നമ്മൾ കണ്ടില്ലേ. അതുകൊണ്ട് കർത്താവെ, താമസിക്കരുതേ, അങ്ങേ തന്നെ ഓർത്ത്, അങ്ങ് ചെയ്ത വാഗ്ദത്തങ്ങളെ ഓർത്ത് ഈ ദിവസങ്ങളിൽ ഓർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓർത്തവരുടെ ജീവിതത്തിൽ എല്ലാ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ ദിവസങ്ങൾ നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. ഇവിടെയും ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ 20-ാം വാക്യത്തില് 9:20 നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാവവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാവവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോ അവിടെ ദാനിയേലും അവിടെ പാവം ഏറ്റു പറയുക. പാവം ഏറ്റു പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന്റെ പാവം ഏറ്റു പറഞ്ഞു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ആദ്യ കാലങ്ങളിൽ ഞാൻ അങ്ങനെ ഏറ്റുപറയും, എന്റെ പാവങ്ങൾ ഞാൻ ഏറ്റുപറയും. പക്ഷെ എനിക്ക് എന്റെ കൂടെയുള്ളവരുടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയം എനിക്കില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഈ വചനങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോ എന്റെ ആണെങ്കിൽ എന്റെ മക്കളുടെ എന്റെ ഹസ്ബൻഡ്, എന്റെ കുടുംബത്തിന്, എനിക്ക് എല്ലാവരുടെയും പാപങ്ങൾ ഞാനും കൂടെ അത് ഏറ്റു പറയേണ്ട ഒരു ആവശ്യമുണ്ട്.
കാരണം എന്റെ പാപവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ചെയ്ത തെറ്റുകളെ നമ്മൾ പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഇങ്ങനെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലേ, അതുകൊണ്ട് ഈ പാപം പറഞ്ഞ് കഴിക്കുന്ന കാര്യത്തിൽ ഒരു പ്രാർത്ഥന അത് ഭയങ്കര പാപം പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കണം അല്ലെ. ലംഘനങ്ങളെ പറഞ്ഞ് ഉപേക്ഷിക്കുന്നവര് അത് ശുഭം വരും. പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളത് ഉപേക്ഷിച്ച കളയുകയും കൂടെ ചെയ്താലാണ് ആ ഒരു ശുഭത്തിന്റെ അനുഭവങ്ങളെ വരുത്തുള്ളൂ. പലപ്പോഴും നമ്മൾ പറഞ്ഞ് അത് പറയും. എന്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം. അത് പറഞ്ഞ് അങ്ങ് പറഞ്ഞു ഓക്കെ കർത്താവെ പാപം ക്ഷമിക്കണം. പക്ഷെ ഉപേക്ഷിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചതാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ പോയി തിരിച്ചെടുക്കത്തില്ല, പിന്നെയും പോയി തിരിച്ചെടുത്തോണ്ട് വരും, പിന്നെയും പോയി തിരിച്ചെടുത്തോണ്ട് വരും. അതുകൊണ്ട് പാപങ്ങളെ പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കണം. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ സഹായിക്കട്ടെ. നമുക്ക് 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഏലീശയുടെ കാര്യം കാണാൻ പറ്റും. ഏലീശ എത്ര നാളുകൾ ഏലിയാവിന്റെ പുറകെ ഇങ്ങനെ ചുറ്റിപ്പറ്റി എന്തിനാ നടന്നേ? ഈ ഒരു ഇരട്ടി അഭിഷേകത്തിന് വേണ്ടിയിട്ട് വളരെ നാൾ കാത്തിരുന്നു. ആ കാത്തിരുന്ന് ലാസ്റ്റ് മൊമെന്റിൽ ചുഴലിക്കാറ്റിന് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളാൻ വേണ്ടി ഭാവിച്ചിരിക്കുക. യഹോവ ഭാവിച്ചിരിക്കുന്ന ദൈവം ഭാവിച്ചിരിക്കുന്ന ആ സമയത്ത് ഏലിയാവ് എലീശയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. ഓക്കെ, നീ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞ് അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ബേഥേലിലേക്ക് പോവാൻ നോക്കിക്കഴിയുമ്പോൾ എലീശ പറയുന്നുണ്ട്, ഒരു കാരണവശാല് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് അവന്റെ പുറകെ പോയി. ഇങ്ങനെ ആ കാത്തിരുന്ന് എത്ര ദിവസങ്ങളാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നാളുകൾ കാത്ത് പുറകെ നടന്ന് നമുക്ക് ലാസ്റ്റ് അറിയാം ആ അന്തി മേലേക്ക് എടുക്കുന്ന സമയത്ത് ആ അന്തി കിട്ടി ഇല്ലേ. പക്ഷെ ഈ കാത്തിരുന്നവരാരും ലജ്ജിച്ചു പോയതായിട്ട് നമുക്ക് വചനത്തിൽ കാണുന്നില്ല. ഹന്നയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഹന്നയുടെ ജീവിതത്തിൽ ദൈവമാണ് അവളുടെ ഗർഭം അടിച്ചത്. എന്തിനാ ദൈവം അടച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ എന്റെ കർത്താവ് എന്റെ ഗർഭം 5 വർഷം ദൈവം അടച്ചു വെച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 സാമുവേൽ 1-ാം അധ്യായം ഞാൻ എടുത്ത് പ്രാർത്ഥിക്കാൻ എന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. വെളിപ്പാട് ദൈവം കാണിച്ച് ഞാൻ എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് എന്റെ ജീവിതത്തിൽ ആ കുഞ്ഞിനെ എനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഹന്നയുടെ ജീവിതത്തിൽ ആ ദൈവമാണ് ഗർഭം അടച്ചത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമുവേൽ ബാലൻ പുറത്തു വരണമെങ്കിൽ ഈ ഗർഭം ദൈവം അടച്ചാലേ പറ്റത്തുള്ളൂ. നമുക്കവിടെ അറിയാം അടച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവളെ പെനിഞ്ഞ അവിടെ മുഷിപ്പിച്ചു, അവൾ അവിടെ കരഞ്ഞു, പട്ടിണി കിടന്നു അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ഇനി പലരും മുഷിപ്പിക്കുന്ന കാരണം കൊണ്ട് കരഞ്ഞ് പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വേദനപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറയാം, പ്രത്യാശയുടെ വചനമായത്. ഹന്ന എഴുന്നേറ്റ് പോയി. അവള് പട്ടിണി കിടന്നു എന്നുള്ളത് ശരിയാ, അവള് കരഞ്ഞു എന്നുള്ളത് ശരിയാ, അവളെ പെനിനെ മുഷിപ്പിച്ചു എന്നുള്ളത് ശരിയാ, അവള് കുത്തുവാക്കുകൾ കേട്ടു, എല്ലാം ചെയ്തു. ഒത്തിരി പ്രശ്നം അവളുടെ ജീവിതത്തിൽ വന്നു. പക്ഷെ 9-ാം വാക്യത്തിൽ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഹന്ന എഴുന്നേറ്റ് പോയി. എങ്ങോടെ ഹന്ന എഴുന്നേറ്റ് പോയതെന്ന് നമുക്കറിയാം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് ദൈവാലയത്തിൽ ചെന്ന് അവൾ കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു അല്ലെ. ഒരു കുഞ്ഞിനെ ദൈവം തന്നാല് ദൈവത്തിന് കൊടുത്തു. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്റെ ജീവിതത്തിലും ഇപ്പൊ ഈ ഹന്നയുടെ ജീവിതത്തിലും ദൈവം ഗർഭം അടച്ചതിന്റെ പിന്നിൽ അതിനൊരു വാക്ക് നമ്മൾ പറയണം. ദൈവസന്നിധിയിൽ ഇല്ലെങ്കിൽ നമുക്ക് നേരെ കുഞ്ഞിനെ ചുറ്റിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയത്തില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അതുപോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുക. ദൈവം അത്ഭുതമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുതലുകളെ ദൈവം തരും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ നമ്മൾ സദൃശവാക്യങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന സോളമൻ പറയുന്നതായിരിക്കും ഒരു വാക്യമുണ്ട്. 20-22 എങ്ങനെയാ പറയുന്നത്? ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുന്നതിന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികാരം ചെയ്യാൻ നമ്മൾ നോക്കണ്ട. ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ രക്ഷിക്കും അല്ലെ. സങ്കീർത്തനക്കാരൻ നമുക്കറിയാം ദാവീദ് എത്രയോ ഭാഗത്താ ദൈവത്തിനായി കാത്തിരിക്കുന്ന കാര്യം പറയുന്നത് അല്ലെ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അവിടെ 40 വായിക്കുമ്പോൾ നമുക്കറിയാം കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അതൊരു പാസ്റ്റ് എക്സ്പീരിയൻസാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. എന്നാൽ 130 വായിക്കുമ്പോൾ 130-ന്റെ 5 വായിക്കുമ്പോൾ ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, സ്റ്റില്ല് കാത്തിരിക്കുവോ. അപ്പൊ ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ അന്ന് ഇന്ന വിഷയത്തിനകത്ത് ഞാൻ കുറെ കാത്തിരുന്നു, ദൈവം എന്റെ വിഷയം ഇങ്ങനെ കേട്ടു, നിലവിളി കേട്ടു, അത് നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് വീണ്ടും പറയാനുണ്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇത് ഏത് ഭക്തന്റെയും ജീവിതത്തിൽ ഉള്ളതായിരിക്കുന്ന അനുഭവങ്ങളാണ്. കാത്തിരിപ്പില്ലെങ്കിൽ അതൊരു ഭക്തന്റെ ജീവിതമല്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം കാത്തിരിപ്പുണ്ട്. കാരണം അതിൽ കൂടിയാണ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഞാൻ അതില് യെശയ്യാവിന്റെ കാത്തിരിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഈ വചനമാണ് ഏറ്റവും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു കാര്യം. യെശയ്യാവ് 40-30-31 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ കാണുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും
യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതുപോലെ സങ്കീർത്തനം 103:5 പറയുന്നുണ്ട്, നിന്റെ യൗവന കഴുകനെ പോലെ പുതുകി വരുത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഈ കഴുകനെ കുറിച്ച് ഇഷ്ടംപോലെ ദൈവമക്കൾ കേട്ടിട്ടുള്ളതായിരിക്കും, ഒരാശയായിരിക്കും. പക്ഷെ എനിക്ക് സ്റ്റിൽ ഞാൻ ഒരു മെസ്സേജിനകത്ത് അതിങ്ങനെ കേൾക്കാനായിട്ട് ഇടയായി. നാളുകൾ മുന്നേ ഞാൻ ഒരു മെസ്സേജ് കേട്ടു. പക്ഷെ അതിന്റെ ഒരു ഒതന്റിസിറ്റി, അത് എത്രത്തോളം ഈ കഴുകൻ, അല്ലെങ്കിൽ ഈ കഴുകൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈഗിളാണ്. അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അത് നോക്കി ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കി കഴിയുമ്പോഴും നമുക്ക് അത് കഴുകൻ തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ യഥാർത്ഥത്തില് ഈഗിൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പരുന്ത് എന്നുള്ള വാക്കാന്ന് തോന്നുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും നമുക്ക് അത് നമ്മുടെ മനസ്സിലിരുന്നോട്ടെ. ഇംഗ്ലീഷിലുള്ള ഈഗിൾ എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. അപ്പൊ അവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഈ കഴുകനെ കുറിച്ച് ഇതിന്റെ ഒരു റീജുവിനേഷൻ പ്രോസസ്സ് നടക്കും ഈ ഈഗിളിനകത്ത് എന്ന് പറഞ്ഞാൽ. അതൊരു മോൾട്ടിംഗ് പ്രോസസ്സ്. അതിലൂടെ അത് എന്ന് പറഞ്ഞാൽ ആ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തക്കവണ്ണം എന്നെല്ലാം പറയുമ്പോൾ, അല്ലെങ്കിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, കാത്തിരിക്കുന്ന ഒരു കഴുകൻ. അത് ശരിക്കും കഴുകന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കഴുകന്റെ ജീവിതത്തിൽ വളരെ ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ, ഒരു റീജുവിനേഷൻ പ്രോസസ്സിൽ കൂടെ ഈ കഴുകൻ കടന്നു പോകുന്നുണ്ട്. സയൻസിനകത്ത് ഞാൻ അത് കുറച്ച് അതിന്റെ ലിറ്ററേച്ചർ സർവേ അല്ല, ഞാൻ കുറെ വായിച്ചു നോക്കി. ഞാൻ ഈ കാര്യം കേട്ടതാണെങ്കിൽ അതൊന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി ഞാനും ഒന്ന് വായിച്ചു. എങ്ങനെയൊക്കെയാണ് ഈ കഴുകന്റെ ജീവിതം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് വായിച്ചു നോക്കി. എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ ദൈവമക്കളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാർ, ഒരു വൈൽഡ് ലൈഫിൽ റിസർച്ച് ചെയ്യുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഈഗിളിന്റെ കൂടെയാണ് അയാളുടെ വാസം എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന്. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും മോസ്റ്റ് ഓഫ് ദ ലിറ്ററേച്ചർ കൂടുതൽ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും, വചനത്തില് ഈ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തക്കവണ്ണം എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പ്രോസസ് നടക്കുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണെന്നുള്ളത് കൊണ്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കാര്യങ്ങൾ ചിലത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതവും ഒരു കഴുകന്റെ ജീവിതവും കൂടെ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, ഈ കഴുകൻ ഒരു 35-40 ആ ഒരു വർഷം വയസ്സായി കഴിയുമ്പോഴത്തേനും ഇതിന്റെ ചിറകുകൾ ഇങ്ങനെയാണ് പറയുന്നത്, ഈ കഴുകന്റെ ചിറകുകൾ അമിതമായിട്ട് വളരാൻ തുടങ്ങും. ആ ചിറകുകൾ ഒത്തിരി വളരും. പിന്നെ അതിന്റെ നഖം അത് വളർന്നിങ്ങനെ ചുരുണ്ട്, നമുക്കറിയാം ഈ കഴുകിന്റെ ഒക്കെ നഖമൊക്കെ ഇങ്ങനെ കൂർത്തിങ്ങനെ ഒരു ഇരയെ പിടിക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ളതായിരിക്കുന്ന നഖമാണ് കഴുകന്. ഞാൻ വീണ്ടും പറയുമ്പോഴും നിങ്ങൾ ഈഗിൾ എന്നുള്ള വാക്ക് തന്നെ എടുത്തോളണം. അപ്പൊ ആ നഖം ഇങ്ങനെ വളർന്ന് ചുരുണ്ട് വരും. അതിന്റെ ഈ ബീക്ക്, അതിന്റെ ചുണ്ട് താഴേക്ക് ഒത്തിരി അങ്ങോട്ട് വളയും. അപ്പൊ വേണ്ടുന്നത് പോലെ ഇര പിടിക്കാനും പറ്റില്ല. അതിന് വേണ്ട പോലെ ഒരു കാര്യങ്ങൾ ഈ നഖം വെച്ചോ ചുണ്ട് വെച്ചോ ഒരു വലിയ പ്രവർത്തികൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൂവലുകൾ ഒത്തിരി വളരുന്ന കാരണം കൊണ്ട് മേലേക്ക് പറക്കാനും പറ്റില്ല. അപ്പൊ ഈ കഴുകൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ സമയമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഈ പർവ്വതങ്ങളുടെ ഇടയിൽ പോയി ഇതിങ്ങനെ അഭയം പ്രാപിക്കും. ആ സമയം എത്തിക്കഴിയുമ്പോൾ ചില കഴുകന്മാര്, രണ്ട് രീതിയിൽ ഞാൻ ആ കഴുകന്മാരെ കുറിച്ച് മനസ്സിലാക്കി. ഒന്ന്, ഈ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ചില കഴുകന്മാര് അങ്ങ് വെറുതെ ഇങ്ങനെ പാറക്കെട്ടിന്റെ ഇടയിൽ അല്ലെങ്കിൽ അവിടെ പോയിരുന്ന് ഏതെങ്കിലും ഒരു ഇടയ്ക്ക് പോയിരുന്ന് അത് അവിടെ തന്നെ ഇരുന്ന് ചത്തുപോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടൈം തീർന്നു, അല്ലെങ്കിൽ അതിനൊന്നും വേറെ പിടിക്കാനും പറ്റില്ല, അതിനൊന്നും ചെയ്യാനും പറ്റില്ല, പ്രായമായി ചത്തുപോകുന്നവരെ. പക്ഷേ വേറെ ചില ഈ കഴുകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ചില കഴുകന്മാരുണ്ട്, അവര് ഈ റീജുവനൈൽ പ്രോസസ്സിൽ കൂടെ അതിനെ തന്നെ ഏൽപ്പിക്കും. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അതിശയമാണ് അതിന്റെ പ്രവർത്തികൾ. അതിന്റെ ആ ചുണ്ട് കൊണ്ട് അത് ആ ദേഹത്തുള്ളതായിരിക്കുന്ന ഓരോ തൂവലുകളും, അതിനെ പറക്കാൻ തടസ്സമായി നിൽക്കുന്ന ഓരോ തൂവലുകളും അതിങ്ങനെ പറിച്ചെടുത്ത് കളയും. ആ ശരീരത്തിൽ നിന്ന് മുഴുവൻ അതിന്റെ തൂവലുകൾ സംഭവം അതെല്ലാം അത് കൊത്തിപ്പറിച്ച് കളയും. ആ കൊത്തിപ്പറിച്ച് കളയുമ്പോൾ ആ കഴുകന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേദനകൾ, അല്ലെ, നമുക്കൊരു രോഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം പെയിൻ ഉണ്ടെന്ന്. അപ്പൊ അത് അങ്ങനെ ഇരുന്ന് അതിന്റെ തൂവലുകൾ പറയുമ്പോൾ നമുക്കറിയാതെ അത്രയും അതിന്റെ ബോഡിയോട് ഇത് ചെയ്തിരിക്കുന്നതായിരിക്കും. അത് ഓരോന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞ് അങ്ങനെ നീരെല്ലാം വെച്ച് അതിന്റെ ശരീരത്തിൽ ഒരുമാതിരി ഒന്നും ഇതില്ലാതെ അങ്ങനെ അതിങ്ങനെ ഇരിക്കും. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചുണ്ട്, അതും പുതുക്കം വരണമല്ലോ. അപ്പൊ അതിന്റെ ചുണ്ടുകള് അതുപോലെ പാറക്കെട്ടിന്റെ ആ പാറയിലേക്ക് ഇട്ട് ഒരച്ച് അതങ്ങ് ഒരച്ച് അതിന്റെ ചിലപ്പോൾ ഒരയ്ക്കുന്ന സമയത്ത് അത് ഇന്നത്തെ അതിന്റെ പിക്ചർ എല്ലാം ഉണ്ട്. അത് ചിലപ്പോൾ അങ്ങ് ചാടിപ്പോവും, അതിന്റെ ബീക്കൊക്കെ ചിലതിന്റെ ഒക്കെ അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കാത്തിരിക്കുകയാണ് അതിനൊക്കെ പുതിയ ആ ചുണ്ടുകളും.
അതിന്റെ ആ കാൽനഖം എല്ലാം അതിങ്ങനെ ഒരച്ച് ആ വേദന സഹിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഇതുപോലെ ഇട്ട് ഉരച്ചു കഴിഞ്ഞാൽ വേദനയില്ലേ? അപ്പൊ ഈ കാത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില ഒരക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അല്ലേ? അപ്പൊ ആ സമയത്ത് അവിടെ ഇരുന്ന് ഒച്ചത്തിൽ കരയുക. ആ ഒച്ചത്തിൽ കരയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? ഈ കഴുകൻ അതിന്റെ അടുത്ത് മേലേക്കട പറക്കണ കഴുകന്മാർ ചിലത് ഇത് കാണും. കഴുകൻ എന്ന് പറയുമ്പോൾ വീണ്ടും ഈഗിള് ഇതെല്ലാം ഇങ്ങനെ കാണും. അപ്പൊ ഇത് കൊണ്ടുവന്ന് മറ്റ് ഈഗിളുകളെല്ലാം ഇതിന് കൊണ്ടുവന്ന് ആഹാരം മേലെ നിന്ന് താഴേക്ക് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് അത് കുറെ നാളിങ്ങനെ സർവൈവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോ ഈഗിൾ നഷ്ടപ്പെട്ടതായിരിക്കുന്ന അതിന്റെ യുവത്വം, അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യം, അതിന്റെ ചുണ്ട്, നഖം, ഇതെല്ലാം പുതിയതായിട്ട് തളുത്ത് വരാൻ വേണ്ടിയിട്ട് അത് കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന് അതിന് പുതിയ വിങ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കാത്തിരുന്ന കഴുകൻ പിന്നെ ഒരു പറക്കലുണ്ട്. ആ കഴുകന്റെ പറക്കലാണ് എന്ത്? കഴുകന്മാരെ പോലെ ചിറകടിക്കും അല്ലെ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇത് നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ശക്തിയെ പുതുക്കും. ആ പുതുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഈ എക്സ്ട്രാ വന്നിട്ടുള്ളതായിരിക്കുന്ന ഈ തൂവലുകളോ അല്ലെങ്കിൽ ഈ ബീച്ചിന്റെ വീട്ടം കൂടുതലുകളോ കാലിന്റെ ഇതിനുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരച്ച് കളയാനുണ്ടെങ്കിൽ അതിനെല്ലാം ചുമ്മാ ഒരിടത്ത് ഇരുന്ന് വെറുതെ ചത്തുപോയ കഴുകനുണ്ട്. പക്ഷെ ഈ ഒരു പ്രോസസ്സിന് റെഡിയായ കഴുകനൊന്നും ചത്തില്ല. ഇതിനെന്നാ സംഭവിച്ചേ? കാത്തിരുന്ന് ശക്തിയെ പ്രാപിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ് നമുക്ക് ശക്തിയെ പുതുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മളെ കടത്തിവിടുന്നത്. കാത്തിരുന്നാലേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? നമുക്ക് എന്ത് സംഭവിക്കത്തുള്ളൂ? നമ്മൾ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാത്തിരിപ്പ്, നമ്മളെപ്പോഴും നമ്മുടെ വാക്തത്വങ്ങളുടെ കാത്തിരിപ്പിനെ കുറിച്ച് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. പക്ഷെ നമുക്കൊരു കാര്യം നമുക്ക് നല്ല ഉറപ്പാണ്, നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയിട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ കർത്താവ് വരാനായിട്ട് അടുത്തിരിക്കുന്നു. ആ കാത്തിരിപ്പില് നമ്മൾ ഈ പ്രോസസ്സിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ ഓർത്തോണം, ഈ ഒരു കാത്തിരിപ്പ് എല്ലാത്തിനും ഉപരിയായിട്ടിരിക്കുന്ന കാത്തിരിപ്പ്. ഒന്നിന്റെ എഴുതി പറയുന്നത് പോലെ ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മൾക്കിങ്ങനെ കാത്തിരിക്കുക. നമ്മൾ ഈ വാക്തത്വത്തിന് കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തില് ദൈവം പറഞ്ഞായിരിക്കുന്ന വാക്തത്വങ്ങൾ ചിലതുണ്ട്, അത് നടക്കണം, ഓഫ്കോഴ്സ് ദൈവം നടത്തി തരും. പക്ഷെ ഈ പ്രകൃതി ഉൾപ്പെടെ ഈറ്റുനോവോടെ ഞരങ്ങി കാത്തിരിക്കുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട്, ഈ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് അല്ലെ? നമ്മളും ഇതുപോലെ അങ്ങനെ ആ ദൈവസന്നിധിയിൽ അതുപോലെ കാത്തിരിക്കാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് കൈവശമാക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന അവകാശമാണെങ്കിൽ, ഒരു കാര്യം ഞാൻ ഇന്ന് വായിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചത്, ഏതായിരുന്നു ആവർത്തന പുസ്തകം 11 അധ്യായത്തിനകത്ത് കർത്താവ് ഒരു കാര്യം പറയുന്ന ഒരു ഭാഗമുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്. കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശം, ദേശമോ, അത് 11:11 ഇങ്ങനെ പറയുന്നുണ്ട്, ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്റെ മേലിരിക്കുന്നു. ഇന്ന് നമുക്കുടെ ഒരു അവകാശമാണെങ്കിൽ അത് ദൈവം പരിപാലിക്കും. ആ കാര്യം മാത്രമാണ് ഞാൻ അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശമാണോ, അല്ലെങ്കിൽ നമ്മൾ കൈവശം ചെല്ലുന്ന ദേശമാണേലോ, നമ്മുടെ ഏത് വിഷയമാണല്ലോ, ഒരു വ്യക്തിയാണേലോ, അതൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അതിനെ ദൈവം പരിപാലിച്ചോളും. അത് കാരണം എന്തുവാ? നമ്മൾ കൈവശമാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ദൈവം അതിന്റെ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്റെ മേൽ ഇരിക്കുന്നു. അപ്പൊ ദൈവം ദൃഷ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ അവകാശത്തിന്റെ മേലെ. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. കറക്റ്റ് സമയത്ത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. 81 ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ വാക്ക് കേൾക്കുകയും എന്റെ വഴിയിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അപ്പൊ വേഗത്തിൽ ശത്രുക്കളെ കീഴടക്കണമെങ്കിൽ നമ്മുടെ നടപ്പുകളിൽ എവിടെയെങ്കിലുമൊക്കെ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്കൊന്ന് ക്രമീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവിടെ കർത്താവ് പറയുന്നത് പാറയിൽ നിന്നുള്ളതായിരിക്കുന്ന തേൻ കൊണ്ട് ദൈവം തൃപ്തി വരുത്തും. അപ്പൊ ആ പാറയിൽ നിന്നുള്ള തേൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ എലികളുടെ ഒക്കെ പൊത്തിലിരിക്കുന്നതായിരിക്കുന്ന അവിടെ ഇരിക്കുമ്പോൾ അതിനകത്ത് കുറെ
മണ്ണും എല്ലാം കൂടെ പറ്റിയിരിക്കും, അതിനകത്ത് കല്ലും അതും എല്ലാം നമ്മുടെ വായ്ക്കകത്ത് പോവാ തേൻ കഴിക്കുമ്പോൾ. പക്ഷെ പാറയിൽ നിന്നുള്ള തേനാണെങ്കിൽ അതിന്റെ ഒരു പ്രശ്നമില്ല. കർത്താവിന്റെ ദൈവം പോഷിപ്പിക്കുവാണെങ്കിൽ കർത്താവ് എങ്ങനെ പോഷിപ്പിക്കുന്നത്? പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിലാ കർത്താവ് പറയുന്നത്? അതിന്റെ ഒറ്റ കാര്യം മേലെ പറയുന്നുള്ളൂ, എന്റെ വാക്ക് കേൾക്കുകയും എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വഴികളിൽ നടപ്പാൻ, അല്ലെ, ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് കർത്താവ് എന്താണോ നമ്മളെ കുറിച്ച് പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് നടപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം, കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ദൈവം വൃഥാവിലാക്കിയില്ല. യോശുവയുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, യഹോവ ഇസ്രായേലിന് ആ കൊടുക്കുമെന്ന് പറഞ്ഞ ദേശം എല്ലാം കൊടുത്തെന്ന് അവിടെ പറയുന്നത്. പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ അവർക്ക് സ്വസ്ഥത നൽകി കൊടുത്തു. ശത്രുക്കളിൽ ഒരിക്കലും അവരുടെ മുമ്പിൽ നിൽക്കാത്തതുപോലെ ആ സകല ശത്രുക്കളെയും ദൈവം കൈകളിൽ ഏൽപ്പിച്ചു. അല്ലെ, അവരുടെ ആ നടപ്പിന്റെ പവിത്ര കൊണ്ടൊന്നുമല്ല, അവർ നടന്നപ്പോ അവരുടെ ജീവിതത്തിൽ വന്ന പെശകുകൾ വന്നപ്പോ ദൈവം ഓരോ മേഖലകളിൽ അവരെ കറക്റ്റ് ചെയ്ത് അവരെ ദൈവം കൊണ്ടുപോയി. അത് ദൈവം തന്നെ അവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ആ ശത്രുവിനോട് യുദ്ധം ചെയ്ത് അതിന് ജയിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അല്ലെ, അവിടെ നമുക്ക് 45 അത് ഏതാ, യോശുവ 21:45 ഇങ്ങനെയുണ്ട്, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാകാതെ സകലതും നിവൃത്തിയായി. ആ സകലതും നിവൃത്തിയായതല്ല ഇസ്രായേൽ മക്കളുടെ മിടുക്കം കൊണ്ടാണോ? ഒരിക്കലും ആ ദേശം അവർ പിടിച്ചെടുത്തെങ്കിൽ അതിന്റെ പിന്നില് കർത്താവ് യുദ്ധം ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ദൈവം നമ്മളെ കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് ആ യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വചനം വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ മീഖയുടെ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് കിടക്കുന്നുണ്ട്, ഞാൻ എന്റെ രക്ഷയുടെ ദൈവത്തിനായിട്ട് കാത്തിരിക്കും. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. അവിടെ ഒരു കാത്തിരിപ്പാ. ആ മീഖ ഇങ്ങനെ പറയുന്നത്, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണുവെങ്കിലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ച് തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവിടെ പാപം ചെയ്തിട്ട് ക്രോധം വഹിക്കുന്നുണ്ട്, അല്ലെ. അപ്പോൾ നമ്മൾ ദൈവത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ അല്ലെ, നമ്മൾ വീണെടുത്തുനിന്ന് എഴുന്നേക്കും. നമ്മൾ ആ ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് വെളിച്ചമായി കൂടെ ഉള്ളത് കൊണ്ട് ആ വിഷയത്തിനകത്തെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതവും അതിശയവുമായിരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്തു തരട്ടെ. ദിവസങ്ങൾ അതുകൊണ്ട് ഒരൊറ്റ വാക്കും നമ്മൾ നെഗറ്റീവ് പറയാതെ, നമ്മളൊന്നും പറയാതെ വിളിച്ച ദൈവം വിശ്വസ്തനായി. ഈ പറഞ്ഞ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ ഇനി ഇത് മാത്രമല്ല, എത്ര പേരെ വേണേലും നമുക്ക് വചനത്തിലെടുത്ത അവർ വെയിറ്റ് ചെയ്തപ്പോ ഇരുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ അനേകരുടെ ജീവിതത്തിൽ കാത്തിരുന്നവർക്കൊക്കെ അത്ഭുതം നടന്നിട്ടുണ്ട്. നമുക്ക് എലീശയുടെ 2 രാജാക്കന്മാർ 7 എലീശ വിളിച്ചു പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ. അവിടെ ഇങ്ങനെ പറയുന്നതിന്റെ പശ്ചാത്തലം ഞാനിപ്പോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നാളെ ഈ നേരത്ത്, അല്ലെ, നാളെ ഈ നേരത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കട്ടെ, അല്ലെ. നാളെ ഈ നേരത്തെ ശമരിയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശെക്കേലിന് 2 സെയ. പോസിബിലിറ്റി ഒന്നുമില്ല. അവിടെ ദാരിദ്ര്യം നിൽക്കുമ്പോൾ അവിടെ വിളിച്ചു പറയുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. ഇത് കേട്ടോണ്ട് നിന്ന രാജാവിന്റെ അകമ്പടി നായകൻ, അല്ലെ, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ആകാശത്തിൽ നിന്ന് കിളിവാതിലുകൾ ഉണ്ടാക്കിയാൽ ഈ കാര്യം സാധിക്കാൻ പറ്റും. ഇതെങ്ങനെ നടക്കും? ഇങ്ങനെ നീ വിളിച്ചു പറഞ്ഞാൽ മാത്രം മതിയോ? ഇതെങ്ങനെ നടക്കും എന്ന് ചോദിക്കുന്ന കാര്യമുണ്ട്. അപ്പൊ അതിന് അവിടെ ഒറ്റ കാര്യം എലീശ പറഞ്ഞോളൂ, അതിനവൻ നിന്റെ കണ്ണുകൊണ്ട് അത് കാണും, എങ്കിലും അതിൽ നിന്ന് നീ പിന്നുകയില്ല. അല്ലെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ്സ് പറയുമ്പോൾ ദൈവം ഒരു വാക്തത്വം ചെയ്തിട്ടുണ്ട്. ഒരു പോസിബിലിറ്റി ഇല്ല, അത് നടക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? ബ്ലൈൻഡായി കണ്ണും പൂട്ടി കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നമ്മൾ നടക്കുന്നത്. ദൈവം അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും കർത്താവെ എന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം അരുളി ചെയ്താൽ അത് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അതൊരു ഭയത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവനത് കണ്ടു, പക്ഷെ ഇന്നില്ല, നമുക്കറിയാം. അതുപോലെ സെഖര്യാവിന്റെ ജീവിതത്തിലായാലും സെഖര്യാവ് ചോദിക്കുന്ന ഒരു ദൂതം വന്ന് പറയും, സെഖര്യാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി എന്നെല്ലാം പറഞ്ഞ് നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കുന്നെല്ലാം വലിയ കാര്യമായിട്ട് വന്ന് ദൂതം പറയുന്ന സമയത്ത് സെഖര്യാവിന്റെ ചോദ്യം ഇതായിരുന്നു, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും, അല്ലെ. ഞാൻ വൃദ്ധനാണ്, ഭാര്യ വയസ്സായി, അവൾക്കും വയസ്സായി, അതുകൊണ്ട് ഞാൻ ഇതെങ്ങനെ അറിയും, അല്ലെ. പക്ഷെ അവിടെ ആ തക്ക സമയത്ത് ആ നിവൃത്തി വരുവാനുള്ള ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും വരെ സംസാരിക്കാൻ കഴിയാതെ
മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ വാക്കും നമ്മൾ അവിശ്വാസം പറയാതെ നമ്മൾ കാത്തിരിക്കുക. എല്ലാറ്റിനും ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും. സഭാപ്രസംഗി പറയുന്ന പോലെ നമുക്കറിയാം, കുറേ കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. സകലത്തിന് ജനിക്കാൻ കാലം, മരിക്കാൻ കാലം, നടുവാൻ കാലം എന്ന് പറഞ്ഞ് ഒത്തിരി കാലങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് പറയുന്നുണ്ട്. പക്ഷെ തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ശെക്കന്യാവിന്റെ ആ പ്രവചനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കും, ദിവസം വരെ എനിക്കായി കാത്തിരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. നമ്മളോട് സ്റ്റിൽ ദൈവം പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മൾ കാത്തിരിക്കണം. കർത്താവ് എഴുന്നേൽക്കും എന്നുള്ളതിന് ഡൗട്ടൊന്നുമില്ല. ഞാൻ എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിക്കും അല്ലെ. അങ്ങനെ കാത്തിരിക്കുന്ന ഭക്തനെ ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. അതുകൊണ്ട് നമ്മൾ കേട്ട വചനങ്ങളാല് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ മെസ്സേജ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ ആളുകൂടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. കർത്താവെ, കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ കേൾക്കുണ്ടായി. കർത്താവ് തന്ന ആലോചനയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വചനത്തിനായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. യേശുപ്പച്ച, കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ദൈവമക്കൾ പല വിഷയങ്ങൾക്കായിട്ട് കർത്താവെ ഹരിയിൽ ഉൾപ്പെടെ കർത്താവെ നിരവധി വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരം കിട്ടി. പക്ഷെ ചില ഉത്തരങ്ങളുമായി ഞങ്ങൾ ഇനിയും കാത്തിരിക്കുമ്പോൾ ദൈവമേ ഹല്ലേലൂയ, ഞങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ പലപ്പോഴേക്കും ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് വരുമെന്ന് വചനം പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ ജീവിപ്പിക്കണമേ കർത്താവെ. ചിലരുടെ മേലുള്ള വാക്തത്വങ്ങളെല്ലാം എന്റെ കർത്താവെ അതിന്റെ നിവർത്തി സംഭവിപ്പാൻ സ്വർഗം ഇടയാക്കണമേ. എന്റെ കർത്താവെ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ നടപ്പ് കർത്താവെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ദർശനങ്ങളെല്ലാം കർത്താവെ ചില വാക്തത്വങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുമ്പോൾ ഹറബതര ഹൗരാജരാജര രഹസ്യം തീർഗൽസാരവശം രഹസ്യാല ഹല്ലേലൂയ. എന്റെ കർത്താവെ, ചില ദർശനങ്ങളെ ദൈവം കാണിച്ചു, അല്ലെങ്കിൽ ആ ദർശനത്തിന്റെ മുകളിലാണ് ദൈവം ഞങ്ങൾക്ക് വാക്തത്വങ്ങൾ നൽകി തന്നിരിക്കുന്നതെന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതം ഹല്ലേലൂയ കർത്താവെ, ദർശനം ഏൽപ്പിച്ച ഞങ്ങളുടെ ജീവിതം ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ നടപ്പ് ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീരട്ടെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഹറമൗസിയാലവ ശംതേറുകൾ ഹരുഹ ശൗരേർഖാനിയ ഹല്ലേലൂയ കർത്താവെ, ആ മലയുടെ മുകളിൽ മോശയെ കൊണ്ടുപോയി എന്റെ കർത്താവ് കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ കർത്താവെ, ആ താഴ്വരയിൽ ആ ലംഘനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രഭാതി ലഘൂസ്യം തീരുകൾ ഷാരകരകൾ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്നുള്ള കൽപ്പന എഴുതിക്കൊണ്ടിരിക്കുന്ന മൊമെന്റിൽ തന്നെ എന്റെ കർത്താവെ, പൈശാചിക ശക്തി അപ്പോൾ തന്നെ എഴുന്നേൽക്കും കർത്താവെ. ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ, അതിന് മുന്നോട്ട് പോകാമെന്ന് കർത്താവെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ വായിക്കുന്നുണ്ട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോക എന്ന് പറയുന്നത് പോലെ കർത്താവെ, ചില പൈശാചിക ശക്തികൾ അറബുദിരി ശിക്ഷാറുകൾ വിറിയാത്തരകസ്യാല ഹല്ലേലൂയ ഇങ്ങനെ കർത്താവെ പിറകെ വരുന്ന ചിലതിനെ ദൈവത്തിന്റെ പരിശുദ്ധങ്ങൾ സന്ദർശിച്ച് എന്റെ കർത്താവെ ഹല്ലേലൂയ കർത്താവെ, ആ ശത്രുവിന്റെ പ്രവൃത്തി കർത്താവെ അതിനെ അവസാനിപ്പിക്കുവാൻ കഴിവുള്ളതായിരിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ. ആ ദൈവത്തിന് ഞങ്ങൾ ഇന്ന് മഹത്വം കരയിക്കുകയാണ്. റുബീര ഹൗരകസ്യാല ഹംദേറുകൾ സാരിയ കർത്താവെ, ദിവസങ്ങൾ ഭയത്തോട് ജീവിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. എന്റെ കർത്താവെ ഹല്ലേലൂയ, ആ ശത്രുവിന്റെ പ്രവർത്തി ഞങ്ങളുടെ ദർശനങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കല്ലേ കർത്താവെ. മോശയുടെ ജീവിതത്തിലേക്ക് കർത്താവെ ഹല്ലേലൂയ തന്റെ ഉപദേശത്തിന്റെ പെശകല്ല കർത്താവെ, തന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ചെറിയ ചില മിസ്റ്റേക്കുകൾ വന്നപ്പോൾ എന്റെ കർത്താവെ ഹല്ലേലൂയ ജീവിച്ചിരുന്നപ്പോൾ തനിക്ക് ആ കനാൻ ദേശം കാണാൻ പറ്റിയില്ലല്ലോ കർത്താവെ. രഹസ്യ ഹല്ലേലൂയ മത്സരികളെ വിളിച്ചത് കൊണ്ടും കർത്താവെ ഹല്ലേലൂയ പാറയെ ഞാൻ അടിച്ചു, ഞാൻ വെള്ളം തരാന്ന് പറഞ്ഞപ്പോൾ എന്റെ കർത്താവിന്റെ മഹത്വം കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതിരുന്നപ്പോഴൊക്കെ കർത്താവെ ഫെയിലിയർ സംഭവിച്ചെങ്കിൽ എന്റെ കർത്താവെ ഹല്ലേലൂയ യേശുപ്പച്ച, ഞങ്ങൾ എത്ര ഭയത്തോടെ കർത്താവെ ഞങ്ങൾ ഈ പ്രവാസകാലം കഴിക്കണം യേശുപ്പച്ച. ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ ശക്തീകരിക്കണം, ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആ ദൈവത്തിന്റെ കർത്താവെ രക്തം കർത്താവെ ഞങ്ങളെ നീതിമാന്മാരാക്കി നിഷ്കളങ്കരാക്കി കുറ്റമില്ലാത്തവരാക്കി നിർത്തുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ ഹല്ലേലൂയ, ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഹറാസ്യ രവശൗരി വികാൽക്കരകശ്യം ത്രികോലിയാരകരകസ്യാര റീബാഖനാനമസ്യ പൂർഗൽത്താരകശം തീർഗോസ്യ ഹല്ലേലൂയ കർത്താവെ. നോഹിയെ ദൈവം ഓർത്തപ്പോൾ ഹല്ലേലൂയ കർത്താവെ, ഗുരുഷം തീർഗൽത്താരകസ്യാല ആ ദൈവം ഭൂമിയിലെ ഒരു കാറ്റടിപ്പിച്ചു കർത്താവെ. നോഹയെ ഓർത്തപ്പോൾ ഹല്ലേലൂയ കർത്താവ് ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു.
എന്റെ കർത്താവ് ഓർക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവെ. കമാലിയം തേരകത്തി ഹാലലിയ കർത്താവെ. അബ്രഹാമിനെ ദൈവം ഓർത്തു. ഹാലലിയ കർത്താവെ. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ആ നാശം വരുത്തുമ്പോൾ ഹാലലിയ കർത്താവെ അബ്രഹാമിനെ ദൈവം ഓർത്ത് ആ ലോത്തിനെ ദൈവം വിടുവിച്ചെങ്കിൽ ഈ ദിവസങ്ങൾ കർത്താവെ ഞങ്ങൾ ചിലവ് ദൈവം ഓർക്കണമേ കർത്താവെ. ആ റാഹേലിനെ ദൈവം ഓർത്തപ്പോൾ കർത്താവെ ഹാലലിയ അവളുടെ ഗർഭം തുറന്നു. അവളുടെ അപേക്ഷ ദൈവം കേട്ടു കർത്താവെ. അത്ഭുതങ്ങൾ നടന്നതുപോലെ എന്റെ കർത്താവെ അത്ഭുതങ്ങളെ ദൈവം ചെയ്യണമേ. ദൈവം ഞങ്ങളെ ഓർക്കണമേ കർത്താവെ. റുബാചലാരക ശംതരകസ്യാലവരവ ശംതരകസ്യാല കർത്താവെ. ഇസ്രായേൽ മക്കൾ കർത്താവെ അടിമവേല നിമിത്തം നിലവിളിച്ചപ്പോൾ അറാസി മൂസിയാരവ ശംതാരകസ്യാല ഹാലലിയ ആ നെടുവീർപ്പിട്ട് കർത്താവെ അവർ നിലവിളിക്കുമ്പോൾ എന്റെ കർത്താവ് അവരുടെ നിലവിളി ദൈവം കേട്ട് കർത്താവെ ആ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോടുള്ള നിയമം ദൈവം ഓർക്കണമേ. ഞങ്ങൾ വചനം വായിക്കുന്നു കർത്താവ് ഓർക്കണമേ. ഈ ദിവസങ്ങൾ ചിലരെ ദൈവം ഓർക്കണമേ കർത്താവ്. ഞങ്ങൾ ഇന്ന് യുദ്ധത്തിന് പോകുമ്പോൾ ഹാലലിയ കർത്താവെ ഗംഭീര ദുനിയായ കാഹളം ഊതുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ ഹാലലിയ ആ ഗംഭീര ദുനിയായി കാഹളം ഊതുമ്പോൾ കർത്താവെ ഹാലലിയ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്തു. നിങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് വചനം പറയുന്നത് പോലെ ശത്രു ഞങ്ങളെ ഞെരുക്കുമ്പോൾ ഹാലലിയ കർത്താവെ ആ പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ചപ്പോഴും ഹാലലിയ കർത്താവെ രക്തത്തിന്റെ ശക്തി പറഞ്ഞപ്പോൾ ആ ഞെരുക്കുന്ന ഞെരുക്കത്തിലും രഹസ്യാല ഞങ്ങൾ ഗംഭീര ദുനിയായി കാഹളം ഊതുമ്പോൾ കർത്താവെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഓർത്ത് ദൈവം ഞങ്ങളെ വിടുവിക്കും. ഹാലലിയ. കാരണം ഇസ്രായേൽ ഗ്രഹത്തിന് കർത്താവെ ഞങ്ങളുടെ ഗ്രഹത്തിന് ഹാലലിയ ഞങ്ങൾ അങ്ങനെ പറയട്ടെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഓരോ ഗ്രഹത്തിന് തന്റെ ദൈവം വിശ്വസ്തയും ദൈവം ഓർത്തിരിക്കുന്നു. ഇസ്രായേൽ ഗ്രഹത്തിന് തന്റെ ദയ ഓർത്ത ദൈവം, ഇസ്രായേൽ ഗ്രഹത്തിനോട് തന്റെ വിശ്വസ്തത ഓർത്ത ദൈവം ഹാലലിയ കർത്താവെ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോട് തന്റെ ദൈവം വിശ്വസ്തയും ഓർത്ത കർത്താവെ ഹാലലിയ ദൈവം ഇന്ന് കർത്താവെ അടിയങ്ങളോട് കുടുംബങ്ങളോട് എന്റെ കർത്താവിന്റെ ദൈവം വിശ്വസ്തയെ അവിടെ നിന്ന് ഓർത്ത് അങ്ങ് അത്ഭുതം ചെയ്യണമേ കർത്താവെ. കൊർന്നേലിയോസിന് ദൈവം ഓർത്തല്ലോ കർത്താവെ. ഹാലലിയ കർത്താവെ ആ പ്രാർത്ഥന കേട്ട് കർത്താവെ ആ കർമ്മം ഓർത്തന്റെ കർത്താവെ ഹാലലിയ ഇറങ്ങി വന്ന് കർത്താവെ രക്ഷിച്ച ദൈവമേ ഈ ദിവസങ്ങളിലെ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രയർ ലൈനിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവെ അങ്ങോട്ട് ഓർക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുടുംബമായി ഓരോരുത്തരും ഏൽപ്പിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പ്രയർ ലൈന് ദൈവം അനുഗ്രഹിക്കണമേ. പാർട്ടി അനുഗ്രഹിക്കണമേ. ലീഡ് ചെയ്യുന്ന ഓരോ പാസ്റ്റർമാരെയും സഹോദരന്മാരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. സകലരും ദൈവമഹത്വത്തിനായിട്ട് നിൽക്കാനിടയാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ, സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങൾ ഇനിയും നടക്കട്ടെ കർത്താവെ. ദൈവം ഇതിനെ ദൈവിക പ്രവർത്തികൾ സംഭവിക്കട്ടെ കർത്താവെ. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ഇതിന്റെ മേലെ ഇരിക്കണമേ. ശ്രദ്ധിച്ചാൽ അങ്ങ് തന്നെ കൂടിയിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.